ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ജാൻ 25 എക്സാംസിന് ഓഡിറ്റിങ്ങിൽ എക്സംഷൻ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനുമായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ സെഗ്മെന്റ് ആണിത്. സോ ഇഫ് യു ആർ സീയിങ് ദിസ് വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം, ഇത് നിർത്തിയിട്ട് ഫസ്റ്റ് വീഡിയോ സെഗ്മെന്റ് കണ്ടിട്ട് വരിക. ബിക്കോസ് നമ്മൾ പ്രീവിയസ് വീഡിയോ സെഗ്മെന്റിൽ ചാപ്റ്റർ 1, 11, 6, 2, 7, 4 ഈ 6 ചാപ്റ്റേഴ്സ് എങ്ങനെ വേണം ടാക്കിൾ ചെയ്യാൻ, ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു 1.5 hours വീഡിയോ സെഗ്മെന്റ് ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വരിക. സോ വെൽക്കം ടു ദിസ് സെക്കൻഡ് പാർട്ട്. നമ്മുടെ സെക്കൻഡ് ഷെഡ്യൂൾ ഇതാണ്. ഓക്കെ, ട്രിപ്പിൾ ഐ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ മോക്ക് ടെസ്റ്റ്, ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞു, നമ്മൾ ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. നൗ ദിസ് ഇസ് ഫോർ ദ സെക്കൻഡ് യുവർ മോക്ക് ടെസ്റ്റ് ട്രിപ്പിൾ ഐ സ്റ്റുഡൻസിന്. ഔട്ട്സൈഡ് ട്രിപ്പിൾ ഐ സ്റ്റുഡൻസ് യൂട്യൂബ് ലൈവ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, യെസ്, നമ്മുടെ ഈ സിലബസിലത്തെ റിമൈനിങ് 5 ചാപ്റ്റേഴ്സ്, നെയിംലി ചാപ്റ്റർ 8, 10, 11, 5 and 3, അസെൻഡിങ് ഓർഡറിൽ പറഞ്ഞാൽ 3, 5, 8, 10, 11 ഈ 5 ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് കോർ ഏരിയ ഫോക്കസ് ചെയ്യേണ്ടത്, എക്സാമിൻ്റെ തൊട്ട് പ്രീവിയസ് ഡേയിലുള്ള നിങ്ങളുടെ റിവിഷനിലെല്ലാം മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ജാൻ 25 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോ സെഗ്മെന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ യെസ്, ആസ് ഓൾവേസ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഓവർവ്യൂ. ചാപ്റ്റർ 8, അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ 10, 11, then 5 and 3 ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ വീഡിയോ സെഗ്മെന്റിൽ ആദ്യത്തെ ചാപ്റ്റേഴ്സിന് ഓർഡർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതായത് ഈ ചാപ്റ്റർ നമ്പർ 1, 11, 6, then 2, 7, 4 ആ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആഫ്റ്റർ ദാറ്റ്, യെസ്, ഇൻ ദിസ് സെക്കൻഡ് പാർട്ട് ഓഫ് അവർ പ്ലാനിങ് വിൽ ഹിറ്റ് ദ ചാപ്റ്റർ 8 ഫസ്റ്റ്. ചാപ്റ്റർ 8 ഓഡിറ്റ് റിപ്പോർട്ട് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് 8 to 12 മാർക്ക് ഏരിയ. കാരണം നമ്മുടെ എസ് എ 500 സീരീസ് 610 വരെ നമ്മൾ പ്രീവിയസ് വീഡിയോ സെഗ്മെന്റിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം വരാൻ പോകുന്ന ഈ 700 സീരീസ്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിന് 700 സീരീസ് ആണ് ഈ ചാപ്റ്റർ 8 കിടക്കുന്നത്. അതിനുശേഷം ഓഡിറ്റ് ഓഫ് ബാങ്ക്സ്, പിന്നെ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്, സ്പെഷ്യൽ ഓഡിറ്റ് എന്നുള്ള ചാപ്റ്റർ, പിന്നെ നമ്മുടെ വൗച്ചിങ് വെരിഫിക്കേഷൻ, ദ ഇൻഫേമസ് വൗച്ചിങ് വെരിഫിക്കേഷൻ, ദ ബഡാ ചാപ്റ്റർ നമ്പർ 5, വിച്ച് കണ്ടെയ്ൻസ് അപ്രോക്സിമേറ്റ്ലി 12 to 20 മാർക്സ്. ആൻഡ് ലാസ്റ്റ്ലി ഇന്റേണൽ കൺട്രോൾ റിസ്ക് അസസ്മെന്റിന്റെ ഏരിയ. ഓൾദോ എസ് എ 315 313 ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തീർത്തിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. ഇന്റേണൽ കൺട്രോൾ മാത്രമേ ഒരു റെഗുലർ ബാച്ചിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം എസ് കൂട്ടത്തിൽ പോയിട്ടുണ്ടാവും. ബട്ട് ലാസ്റ്റ് മിനിറ്റ് റിവിഷന്റെ ഒരു ഓർഡറിലാണ്, പിന്നെ ഈ മോക്ക് ടെസ്റ്റ് പേപ്പറിന്റെ ഓർഡറിലാണ് ഞാൻ ഈ പോർഷൻസ് ഇവിടെ ഇട്ടിട്ടുള്ളത്. സോ യെസ്, അങ്ങനെ നമ്മൾ ചാപ്റ്റർ 8 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് ചാപ്റ്റർ നമ്പർ 8. ചാപ്റ്റർ നമ്പർ 8, വാട്ട് ഇസ് ദിസ് ചാപ്റ്റർ? ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ചാപ്റ്റർ. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? ആദ്യം SA 299 ഉണ്ട്. കാരണം നമ്മൾ പ്രീവിയസ് പ്ലാനിൽ ഈ SA 200 സീരീസ് പഠിക്കുന്ന സമയത്ത് 200, 210, 220, 213, 216, 265 വരെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ 1, ചാപ്റ്റർ 11, ചാപ്റ്റർ 6, പിന്നെ ചാപ്റ്റർ 4 ആയിട്ട് ഈ SS എല്ലാം കവർ ചെയ്തു. ഇനി നമുക്ക് ഈ 299 എന്നുള്ളൊരു SA ഉണ്ട്, ജോയിന്റ് ഓഡിറ്റ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ജോയിന്റ് ഓഡിറ്റേഴ്സ്. ആ ഒരു ജോയിന്റ് ഓഡിറ്റ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ആ ഒരു ടോപ്പിക്, അത് ഈ ചാപ്റ്റർ നമ്പർ 8 ICMT കിടക്കുന്നത്. സോ യെസ്, ജോയിന്റ് ഓഡിറ്റ് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ജോയിന്റ് ഓഡിറ്റ് ഇസ് ആക്ച്വലി വൺ ഓഫ് ICA ഫേവറേറ്റ് ഏരിയ. ICAക്കും ഒരുപാട് ഇഷ്ടമുള്ള ചോദിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫ്രീക്വന്റ്ലി ആസ്ഡ് ടോപ്പിക് ഏരിയ ആണ് ഈ SA 299. സോ ചാപ്റ്റർ 8 പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം SA 299 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ്സ് ഈസി, വെരി ഫെയർലി ഈസി, സിമ്പിൾ, ചൊട്ട കൺസെപ്റ്റ്. പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാനും വേണ്ടി പറ്റും. സോ ലെറ്റ് us go to that area. And again, ഞാൻ ഈ വീഡിയോ സെഗ്മെന്റ് കാണുന്ന ആൾക്കാരെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇഫ് യു ആർ മൈ ട്രിപ്പിൾ ഐ സ്റ്റുഡൻറ്റ്, യു വിൽ ബി ഹാവിംഗ് ദിസ് മെറ്റീരിയൽ വിത്ത് യു. ഈ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് പഠിക്കേണ്ടത്. ഇഫ് യു ആർ ഔട്ട്സൈഡ് ട്രിപ്പിൾ ഐ, നിങ്ങൾ യൂട്യൂബ് ലൈവിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ്, ആൻഡ് യു വുഡ് ലൈക്ക് ടു ഹാവ് ദിസ് എക്സംഷൻ ആൻഡ് ഓഡിറ്റിംഗ്, ആൻഡ് ഇഫ് you have to practice from the IC material. That is one choice you have. ഇനി IC മെറ്റീരിയൽ ഭയങ്കര ക്ലട്ടേഡ് ആണ്, ഡിഫറെൻറ്റ് ഓർഡർ ആണ്. ഇഫ് യു വാണ്ട് ദിസ് കണ്ടന്റ് ഈ ഓർഡറിൽ കിട്ടണമെങ്കിൽ, യെസ്, യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് മീ. നമുക്ക് ബുക്ക് തരാനായിട്ടുള്ള സൗകര്യം ഒരുക്കി തരാം. ട്രിപ്പിൾ ഐ വഴി ബുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ യെസ്, ദാറ്റ് ഇസ് വൺ ഓപ്ഷൻ. സോ നൗ SA ഓർഡറിൽ 299, SA 299 ജോയിന്റ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, FAQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഇസ് joint audit, define joint audit, what is a joint audit, and basis of division of work. എങ്ങനെയാണ് ജോയിന്റ് ഓഡിറ്റേഴ്സ് വർക്ക് ഡിവൈഡ് ചെയ്യുന്നത്? ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ജോയിന്റ് ഓഡിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ റെസ്പോൺസിബിലിറ്റീസ്, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ജോയിന്റ് റെസ്പോൺസിബിലിറ്റീസ്. കോമൺ ആയിട്ട് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ജോയിന്റ് ഓഡിറ്റേഴ്സ്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ജോയിന്റ് ഓഡിറ്റേഴ്സ് ഞാൻ
ഹൈലൈറ്റ് ചെയ്യുന്ന ടോപ്പിക് ആയിരിക്കും. SA-299 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഇസ് ദിസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ജോയിന്റ് ഓഡിറ്റേഴ്സ്. വാട്ട് ഇസ് ജോയിന്റ് ഓഡിറ്റ് പഠിക്കുക, ബേസിസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് എന്താണെന്ന് പഠിക്കുക, റെസ്പോൺസിബിലിറ്റീസ് പഠിക്കുക. അതേപോലെ തന്നെ ഒരു സൂപ്പർ ആയിട്ടുള്ള ഏരിയ കൂടി ഉണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് ICAI ഇപ്പോൾ ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ ജോയിന്റ് ഓഡിറ്റിൽ ഇവർ തമ്മിൽ ജോയിന്റ് ഓഡിറ്റേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇൻ കേസസ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ ജോയിന്റ് ഓഡിറ്റേഴ്സിനിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഹൗ ഇറ്റ് ഇസ് റിസോൾവ്, അതായത് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ സെപ്പറേറ്റ് ഒപ്പീനിയൻ ഉള്ള ഓരോ ജോയിന്റ് ഓഡിറ്റേഴ്സിനും ഒരു സെപ്പറേറ്റ് റിപ്പോർട്ട് കൊടുക്കാമെന്നും ആ റിപ്പോർട്ടിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതർ മാറ്റർ പാരഗ്രാഫിനകത്ത് റെഫറൻസ് കൊടുക്കണം, ദർ എക്സിസ്റ്റ് ഓൾട്ടർനേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ. ആ ഒരു ആസ്പെക്ട് ഉണ്ട്. ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. സോ യെസ്, SA-299 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അതാണ്. വാട്ട് ഇസ് ജോയിന്റ് ഓഡിറ്റ്, ബേസിസ് ഓഫ് ഡിവിഷൻ, പിന്നെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റീസ്, ജോയിന്റ് റെസ്പോൺസിബിലിറ്റീസ്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ്റെ ടോപ്പിക്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ SA-299. അതിനുശേഷം ചാപ്റ്റർ 8 ഇനി നമ്മൾ SA-700 സീരീസിലോട്ടാണ് പോകേണ്ടത് അല്ലേ. ചാപ്റ്റർ 8 299 കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഇസ് SA-700 ഫോമിംഗ് ആൻഡ് ഒപ്പീനിയൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് ഒക്കെ പറയുന്ന ഒരു essay ആണ് ഈ SA-700. SA-700 പോകുമ്പോൾ we go to SA-700. ഞാൻ ഒന്ന് എടുത്തോട്ടെ, ഒരു മിനിറ്റ്. SA-700 യെസ് കിട്ടിപ്പോയി. ഇതിലുണ്ട് കേട്ടോ കുറേ പോയിന്റ്സ് കുറച്ച് പറയാനുണ്ട് എനിക്കിതിൽ. SA-700 എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ സ്പെസിഫിക് ഇവാലുവേഷൻസ്. അതൊരു പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദ സ്പെസിഫിക് ഇവാലുവേഷൻസ് ടു ബി പെർഫോംഡ്? വാട്ട് ആർ ദ specific evaluations to be done by the auditor എന്നൊരു ഏരിയ ഈ പാസ്റ്റ് എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള സംഭവമുണ്ട്. ആ ഒരു 7 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ, ട്രൂ ആൻഡ് ഫെയർ ഉണ്ട്, മറ്റേ മോഡിഫൈഡ് ഒപ്പീനിയൻസ് ഉണ്ട്, അത് 3 ടൈപ്പ്. അതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറിയാവുന്ന ടോപ്പിക്സാണ്. ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഞാൻ അതൊന്നും വായിച്ച സമയങ്ങൾ ഞാൻ പറയത്തില്ല. സ്പെസിഫിക് ഇവാലുവേഷൻസ് നോക്കി വെച്ചോ, അത് നിങ്ങൾ മറക്കാൻ ചാൻസ് ഉള്ള സംഭവമാണ്, അതുകൊണ്ട് അത് നോക്കി വയ്ക്കുക. പിന്നെ യു കം ടു ദിസ് ബേസിക് എലമെന്റ്സ്. ഓക്കെ, ഓഡിറ്റ് റിപ്പോർട്ടിലത്തെ ഈ SA-700 ഞാൻ അഗെയിൻ പറയുവാണ്, ഈ വീഡിയോ സെഗ്മെന്റിൽ ഞാൻ പറയുന്ന സംഭവം മാത്രമേ നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ പാടുള്ളൂ എന്നല്ല. ഫുൾ ഡിസ്ക്ലൈമർ, അങ്ങനെയൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എക്സാമിന് ക്വസ്റ്റൻസ് എങ്ങനെ വരുമെന്ന്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫുൾ നിങ്ങളുടെ ഫാക്കൽറ്റി മെറ്റീരിയലും പഠിപ്പിച്ചിട്ടുള്ള ടോപ്പിക്സും ഫുൾ പഠിച്ചതിന് ശേഷം ലാസ്റ്റ് മിനിറ്റ് റിവിഷന് ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. ഐ എം അഗെയിൻ ഹൈലൈറ്റിംഗ് ദാറ്റ്. ആദ്യത്തെ വീഡിയോ സെഗ്മെന്റ് കണ്ടിട്ട് പലരും ചോദിച്ചു, സാർ അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതിയല്ലോ അല്ലേ, ഞാൻ ഇത് പഠിച്ചിട്ട് ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്താൽ സേഫ് ആണല്ലോ. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങളുടെ മാത്രം റിസ്ക്കിലാണ്. എന്നെ അവസാനം പരീക്ഷ കഴിഞ്ഞിട്ട് തല്ലാൻ വരരുത്. ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഭവം. ഇത് ഫോക്കസ് ചെയ്ത് പോവുക. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ക്വസ്റ്റൻ ഫ്രം ദിസ് ഏരിയ ഈസ് വെരി ഹൈ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഞാൻ വീണ്ടും ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, സോ യെസ്, SA-700 നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട ടോപ്പിക് ഈ സ്പെസിഫിക് ഇവാലുവേഷൻസ് നോക്കണം. പിന്നെ ഈ എലമെന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് കൂടി ഞാൻ പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഒപ്പീനിയൻ പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒപ്പീനിയൻ പാരഗ്രാഫിൽ എന്തെല്ലാം കാര്യങ്ങൾ, ഒപ്പീനിയൻ പാരഗ്രാഫിൽ എന്തുണ്ടാവും, ഡെഫിനറ്റ്ലി ഒബ്വിയസ്ലി ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ എന്തായാലും കാണാം. ബട്ട് ഓഡിറ്റേഴ്സ് ഒപ്പീനിയന് പുറമേ വേറെ എന്തെല്ലാം കൂടി ഹൈലൈറ്റ് ചെയ്യണം. ഒരു 5 പോയിന്റ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒപ്പീനിയൻ പാരഗ്രാഫ് ഒന്ന് നോക്കി വെക്കുക. Opinion paragraph is important, and opinion paragraph is always followed by the basis for opinion paragraph. ആ basis for opinion paragraph നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. കാരണം അതിൻ്റെ അകത്തും എന്തൊക്കെയാ കുറച്ച് കണ്ടൻസ് പറയുന്നുണ്ട്. ഈ ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റർ റെഫർ ചെയ്യേണ്ടത്, ഒരു 4 പോയിന്റ് ഉണ്ട്. പിന്നെ ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഇൻ കേസ് ദി ഒപ്പീനിയൻ പാരഗ്രാഫ് ഇസ് മോഡിഫൈഡ്, ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫിൽ ചില മാറ്റങ്ങൾ വരും. അതിൻ്റെ ടൈറ്റിൽ തന്നെ മാറും. ബേസിസ് ഫോർ ആ മോഡിഫൈഡ് ഒപ്പീനിയൻ അങ്ങനെ രീതിയിൽ പേര് മാറും. പിന്നെ ഈ ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, എന്തുകൊണ്ട് ആ മോഡിഫിക്കേഷൻ സംഭവിച്ചു, ആ പോയിന്റ്സ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു എലമെന്റ് വരുന്നത് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി പാരഗ്രാഫ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലത്തെ കണ്ടന്റ് നോക്കി വെച്ചോളൂ. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി പാരഗ്രാഫിൽ നിന്നും ഈ MCQs
ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അത് ബേസ്ഡ് ആയിട്ടുള്ള MCQസും അതിൻ്റെ അകത്തുനിന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ വരാം. അതായത് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഓഡിറ്റർ ഹാസ് ടു സ്റ്റേറ്റ് ഇൻസൈഡ് ദി ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി പാരഗ്രാഫ്, അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഈ സിഗ്നേച്ചറിൻ്റെ ഏരിയയിൽ പ്രത്യേകിച്ച് ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്റർ ആണെങ്കിൽ സൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഫേമിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്ന ആളാണെങ്കിൽ എന്തൊക്കെയാണ് ഫേമിൻ്റെ ഈ മറ്റേ സീലും രജിസ്ട്രേഷൻ നമ്പറും അങ്ങനത്തെ കുറേ ഫേം രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാറുണ്ട്, ഒരു ആസ്പെക്റ്റ്. പിന്നെ മറ്റേ യുണീക്ക് ഡോക്യുമെന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഇത് ബേസ്ഡ് ആയിട്ട് ഒരു MCQ ക്വസ്റ്റ്യൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് September 24 അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പും പല പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസിൽ യൂഡിൻ ചോദിച്ചിട്ടുണ്ട്. യൂഡിൻ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഓഡിറ്റർ കൊടുക്കേണ്ടി വരിക? Basically, audit report or any other certificates. Whenever the auditor is certifying something in his professional capacity, he has to include this unique document identification number. അപ്പോൾ ആ ഒരു ടോപ്പിക് ഒക്കെ അതൊന്ന് നോക്കി വയ്ക്കുക. എലമെന്റ്സ് ഓഫ് SS 700 എന്ന ഈ ഏരിയാസ് ആണ് നിർബന്ധമായിട്ടും ലാസ്റ്റ് മിനിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കമ്മിങ് ടു SS 701. SS 701 കമ്മ്യൂണിക്കേഷൻ ഓഫ് കീ ഓഡിറ്റ് മാറ്റേഴ്സ് ഇൻ ദി ഓഡിറ്റ് റിപ്പോർട്ട്. കീ ഓഡിറ്റ് മാറ്റേഴ്സോട്ട് വരുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം കീ ഓഡിറ്റ് മാറ്റേഴ്സ്, ഹൗ ടു ഡിറ്റർമിൻ ദ കീ ഓഡിറ്റ് മാറ്റേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. How to determine the key audit matters. How to determine key audit matters. ഏതൊക്കെ ഏരിയാസ് ആണ് ഓഡിറ്റർ, അതായത് ഫ്രം ദ മാറ്റേഴ്സ് വിച്ച് ഇസ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് TCWG, ഓഡിറ്ററിന്റെ ജഡ്ജ്മെന്റിൽ വളരെ സിഗ്നിഫിക്കൻ്റ് തോന്നുന്ന ഈ 3 കാര്യങ്ങൾ, ഈ സിറ്റുവേഷൻസിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ആണ് കീ ഓഡിറ്റ് മാറ്റേഴ്സിലും വരുന്നത്, നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് നോക്കി വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ വളരെ ചെറിയ എസ്സേ ആണ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് കീ ഓഡിറ്റ് മാറ്റേഴ്സ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അത് നിറയെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരുപാട് തവണ ഈ ഡിസ്ക്രിപ്റ്റീവിൽ MCQസിൽ ഒക്കെ മാറി മാറി ടെസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഈ ടോപ്പിക്. അതായത് കീ ഓഡിറ്റ് മാറ്റർ ഇസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ, കീ ഓഡിറ്റ് മാറ്റർ ഇസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എന്നുള്ള ആ ടോപ്പിക് ഈ ഏരിയയിലത്തെ ഹൈലൈറ്റ് ഏരിയ ആയിട്ട്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂപ്പർ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ട് ഐ വിൽ സേ ദിസ് ഏരിയ, കീ ഓഡിറ്റ് മാറ്റേഴ്സിലത്തെ ഏരിയ, ആ ഒരു പോർഷൻ നോക്കണം. പിന്നെ കമ്മിങ് ടു SA 705. നെക്സ്റ്റ് ഇസ് SA 705 മോഡിഫിക്കേഷൻസ് ടു ദി ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ. മോഡിഫിക്കേഷൻ ടു ദി ഓഡിറ്റേഴ്സ് ഒപ്പീനിയനിൽ എന്താണ് അൺക്വാളിഫൈഡ് റിപ്പോർട്ട്, എന്താണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്, മോഡിഫൈഡ് റിപ്പോർട്ട്, അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് തവണ ബേസിക് ക്ലാസ്സിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ടോപ്പിക്സ് ആണ്, അതൊന്നും വായിച്ച് സമയം കളയണ്ട. ഈ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ഒന്ന് നോക്കി വെച്ചോളൂ. ഓക്കെ, 705 ഡിസ്ക്ലെയിമർ എപ്പോഴാണ് കൊടുക്കുക? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കുന്ന സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ വേണ്ട, അതായത് കീ ഓഡിറ്റ് മാറ്റേഴ്സ് ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് പറയുന്നുണ്ട്. അതേപോലെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അകത്ത് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസിനെ റെഫർ ചെയ്യുന്ന ഒരു സെക്ഷൻ ബേസിസ് ഫോർ ഒപ്പീനിയൻ, അത് വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ ചില ഏരിയാസ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ പറയുന്നുണ്ട്. ഈ കണ്ടോ ഈ നോട്ടൊക്കെ, ഈ ഒരു ടോപ്പിക് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ്റെ ടോപ്പിക് നോക്കി വെച്ചോളൂ ഈ മോഡിഫിക്കേഷനിൽ. പിന്നെ കോൺസിക്വൻസ് ഓഫ് ഇനബിലിറ്റി ടു ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഡ്യൂ ടു ദ മാനേജ്മെന്റ് ഇമ്പോസ് ലിമിറ്റേഷൻ, അതും ഒന്ന് നോക്കി വെക്കുക. കോൺസിക്വൻസ് ഓഫ് ഇനബിലിറ്റി ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ്, അത് ഫുൾ എഴുതണമല്ലോ, ഞാൻ ഷോർട്ടായിട്ട് എഴുതാം കേട്ടോ. കോൺസിക്വൻസസ് ഓഫ് ഇനബിലിറ്റി ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ്, ഫുൾ എഴുതണമല്ലോ, ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ് ഡ്യൂ ടു മാനേജ്മെന്റ് ഇമ്പോസ് ചെയ്യുന്ന ലിമിറ്റേഷൻ, മാനേജ്മെന്റ് ഇമ്പോസ്ഡ് ലിമിറ്റേഷൻസ് എന്നൊരു ടോപ്പിക് ഉണ്ട്, അത് ഒന്ന് നോക്കി വെച്ചോളൂ, ചോദിക്കാൻ ചാൻസസ് പ്രോബബിൾ ആയിട്ട് കാണുന്നു. ദിസ് ഇസ് എ പോസിബിൾ ക്വസ്റ്റ്യൻ, ദിസ് ഇസ് എ പോസിബിൾ എക്സാം ക്വസ്റ്റ്യൻ ഏരിയ, ഒന്ന് നോക്കി വെച്ചോളൂ. ഓക്കെ, കാരണം ചോദിച്ചത് കുറച്ച് അറ്റംപ്റ്റ് ആയി, അതിൽ നിന്നും ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. സിമ്പിൾ പോയിന്റ്സ് ആണ്, അതായത് മാനേജ്മെന്റ് ലിമിറ്റേഷൻ ഇമ്പോസ് ചെയ്താൽ നമുക്ക് TCWG കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അൺലെസ് എവരിബഡി ഇൻ ദ മാനേജ്മെന്റ് ഇസ് ഓൾസോ ദ TCWG, ആ ഒരു പോയിന്റ് അത് 260 പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഈ ഒരു ലിമിറ്റേഷൻ കാരണം, ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് കാരണം, വി സസ്പെക്ട് ദാറ്റ് വി ആർ നോട്ട് ഗെറ്റിംഗ് എവിഡൻസ് അബൌട്ട് എ മിസ്റ്റേറ്റ്മെന്റ് ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ് ആണെങ്കിൽ ക്വാളിഫൈഡ്, മെറ്റീരിയലും പെർവേസീവുമായിട്ടുള്ള സംഭവമാണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ ടു വിഡ്രോ ഫ്രം ദി എൻഗേജ്മെന്റ് യു വിഡ്രോ ഫ്രം ദി എൻഗേജ്മെന്റ്, ബട്ട് ഇഫ് റിപ്പോർട്ടിംഗ് ഇസ് മാൻഡേറ്ററി ഗിവ് എ ഡിസ്ക്ലെയിമർ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണ്. ക്ലാസ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, അത് നോക്കിയിട്ട് പോകണം. ഓക്കെ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പെർവേസീവിൻ്റെ മീനിങ് അത് നോക്കിക്കോ, അത് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടേം പെർവേസീവ്? പെർവേസീവിൻ്റെ മീനിങ് മറ്റേ വ്യാപകമായിട്ട് വൈഡ് സ്പ്രെഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വൈഡ് സ്പ്രെഡ് ആവുന്ന മാത്രമല്ല, ഈവൻ ഇഫ് ഇറ്റ് ഇസ് കൺഫൈൻഡ് ടു എ സ്പെസിഫിക് ഐറ്റം, ഇറ്റ് ഇസ്
representing a substantial proportion of the FS, or it is very fundamental to the user's understanding of the FS. അങ്ങനെ കുറച്ച് ആസ്പെക്റ്റും കൂടി ഉണ്ട് ഈ പെർവേസീവ് എന്നുള്ള വാക്കിന്. അത് നോക്കി വെച്ചോളൂ, ഫാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ സെഗ്മെന്റിൽ പറഞ്ഞു ഈ 2-3 ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് പഠിക്കാൻ തന്നിട്ടുള്ള ടോപ്പിക്സ് എവിടെ കണ്ടാലും ഡേഞ്ചർ മാർക്ക് ചെയ്തോ. കാരണം അവർക്ക് എക്സാമിന് ചോദിക്കാൻ നല്ല പോലെ അതിനുവേണ്ടി റെഡിമെയ്ഡ് ആയിട്ട് തുന്നി വെച്ചിട്ടുള്ള പോലത്തെ ടോപ്പിക്സ് ആണ് ഇതെല്ലാം. അത് ചോദിക്കാൻ വളരെ ചാൻസസ് കൂടുതലാണ്. സോ യെസ്, SS 705 നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാനുള്ള ടോപ്പിക്സ് ഇതെല്ലാമാണ്. അതിനുശേഷം SA 706. SA 706 ആണ് നമ്മുടെ OMP എന്ന ഏരിയ. എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫും അതർ മാറ്റർ പാരഗ്രാഫും കുഞ്ഞ് essay ആണ്. അതിൽ വാട്ട് ഇസ് EOMP, വാട്ട് ഇസ് OMP, ആ ഡിഫറൻസ്, ബേസിക് ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. അതായത് ഇപ്പോൾ ഓഡിറ്റേഴ്സ് ബേസിക്കലി രണ്ടിലും എന്ത് ചെയ്യുവാണ്, നാട്ടുകാരെ ഓടി പറഞ്ഞാൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലേ, വി ആർ ഹൈലൈറ്റിംഗ് സംതിങ് ടു ദ അറ്റൻഷൻ ഓഫ് ദി യൂസേഴ്സ്. ഇഫ് വി ആർ ഹൈലൈറ്റിംഗ് സംതിങ് വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഓൾറെഡി ഇൻ ദി FS, അത് EOMP, ഔട്ട്സൈഡ് ദി FS OMP, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. കീ ഓഡിറ്റ് മാറ്റേഴ്സിലൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, കീ ഓഡിറ്റ് മാറ്റേഴ്സ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ. അതേപോലെ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് ഇസ് ഓൾസോ നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ. ഏതാണ്ട് സെയിം പോയിന്റ്സ് ആണ്. കീ ഓഡിറ്റ് മാറ്റേഴ്സിൽ നമ്മൾ കീ ഓഡിറ്റ് മാറ്റേഴ്സ് എന്തിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്നാണോ പറഞ്ഞേക്കുന്നത് അതേ വേർഡിങ്സ് തന്നെ നിനക്ക് EOMPയിലും കാണാൻ പറ്റും. സോ ജസ്റ്റ് വൺ ടൈം റീഡ് കൊടുക്കാനേ ഞാൻ പറയത്തുള്ളൂ, ഒരുപാട് സമയം കളയണ്ട. OMP ഇസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ. ആ ഒരു ടോപ്പിക് ഇറ്റ്സ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ചില കാര്യങ്ങൾ. ആ 3 പോയിന്റ്സ് ഉണ്ട്, അത് നോക്കിക്കോ. അതല്ലാണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് പ്രത്യേകിച്ച് വേറെ ഒരു തലവേദന സംഭവിക്കാൻ പോകുന്നില്ല. അത് ചെറിയ essay ആണ്. ആ essay പഠിച്ചു കഴിഞ്ഞാൽ ആ ഈ 2 കാര്യം വെച്ചാൽ essay കഴിഞ്ഞു. SA 710 ഇത് ഒരുപാട് കുട്ടികൾക്ക് കൺസേൺ ഉണ്ടാവുന്ന essay ആണ്. SA 710 കമ്പാരറ്റീവ് ഇൻഫർമേഷൻ ഹൈഫൺ കറസ്പോണ്ടിങ് ഫിഗേഴ്സ് ആൻഡ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഞാൻ ആദ്യമേ ഈ ക്ലാസ്സിൽ റെഗുലർ ബാച്ചിലൊക്കെ പറയാറുണ്ട്, കമ്പാരറ്റീവ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ദേ ആർ ടോക്കിംഗ് അബൌട്ട് പ്രീവിയസ് ഇയർ ഡാറ്റ. പ്രീവിയസ് ഇയർ ഇൻഫർമേഷൻ ആണ് ഈ കമ്പാരറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഈ പ്രീവിയസ് ഇയർ ഇൻഫർമേഷൻസിനെ യൂസ് ചെയ്യുന്ന കറണ്ട് ഇയർ ഓഡിറ്റർ യൂസ് ചെയ്യുന്ന 2 അപ്രോച്ചസ് ആണ് ഈ കമ്പാരറ്റീവ് FS അപ്രോച്ചും കറസ്പോണ്ടിങ് ഫിഗർ അപ്രോച്ചും. അതിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ഫിഗർ അപ്രോച്ച് മാത്രം പഠിച്ചിട്ട് പോകും. യു ക്യാൻ ടേക്ക് മൈ വേർഡ് ഫോർ ദാറ്റ്. കറസ്പോണ്ടിങ് ഫിഗേഴ്സ് എന്നുള്ള അപ്രോച്ച് മാത്രം പഠിച്ചിട്ട് പോകും. അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാം. ഈ കമ്പാരറ്റീവ് FS അപ്രോച്ച് ഒന്നും നോക്കണ്ട. കാരണം ഒരു നോർമൽ ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ an auditor is not going to conduct this. ഈ കമ്പാരറ്റീവ് FS അപ്രോച്ച് റെലവെന്റ് അല്ല. അത് ഈ സ്പെഷ്യൽ പർപ്പസ് ഫ്രെയിംവർക്കുകൾക്ക് മാത്രമേ അത് റെലവെന്റ് ആയിട്ട് മാറുന്നുള്ളൂ. കാരണം നോർമലി ഒരു FS പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് അക്കൗണ്ടിങ് പീരീഡ് അല്ലേ. നമ്മൾ പീരിയോഡിസിറ്റി കൺസെപ്റ്റ് വെച്ചിട്ടാണ് അക്കൗണ്ടൻസിൽ സാധാരണ FS പ്രിപ്പയർ ചെയ്യുക. പീരിയോഡിസിറ്റി കൺസെപ്റ്റ് പ്രകാരം പ്രിപ്പയർ ചെയ്യുന്ന ഈ നോർമൽ ജനറൽ പർപ്പസ് FSന്റെ അകത്ത് കറസ്പോണ്ടിങ് ഫിഗർ അപ്രോച്ച് ഉണ്ടാവും. കാരണം വി ഹാവ് ദിസ് പ്രീവിയസ് ഇയർ കോളം. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ ഈ പറയുന്നത് കുറച്ചുകൂടി മനസ്സിലാവുന്നുണ്ടാവും. അല്ല, ആദ്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദർ ഇസ് നത്തിങ് ഐ ക്യാൻ ഡു ഹിയർ. ദിസ് ഇസ് നോട്ട് എ ക്ലാസ് വീഡിയോ, ദിസ് ഇസ് എ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ടെക്നിക് വീഡിയോ. സോ യെസ്, കറസ്പോണ്ടിങ് ഫിഗർ അപ്രോച്ച് ആണ് യൂഷ്വലി സംഭവിക്കുന്ന അപ്രോച്ച്. ഈ പ്രീവിയസ് ഇയർ കോളത്തിനെ അതിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളുടെ ഇമ്പാക്ട് എങ്ങനെയാണ് ഓഡിറ്ററിന് സംഭവിക്കുന്നത്. കമ്പാരറ്റീവ് FS വെച്ച് കഴിഞ്ഞാൽ ഒരേ FSനകത്ത് തന്നെ മൾട്ടിപ്പിൾ പ്രീവിയസ് ഇയേഴ്സ് വരുമ്പോൾ അത്തരം FSകൾക്ക് മേൽ കൊടുക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിങ്ങിലാണ് ഈ കമ്പാരറ്റീവ് FS വരാൻ പോകുന്നത്. അതൊരു വളരെ എന്താ പറയുക, പ്രാക്ടിക്കലി പോലും ഒരു ഓഡ് സിറ്റുവേഷൻ ആണ്. സ്പെഷ്യൽ പർപ്പസ് ഫ്രെയിംവർക്കുകൾ നോക്കേണ്ടി വരുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന കാര്യമാണ്. അതൊന്നും എക്സാമിന് ഇന്നേ വരെ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. സോ SS 710 നിങ്ങൾ പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എഗൈൻ ഐ എം ഹൈലൈറ്റിംഗ്, പരീക്ഷയുടെ തലേ ദിവസം ഈ കമ്പാരറ്റീവ് FS ഒന്നും വായിച്ച് സമയം കളയണ്ട. ഓക്കെ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം റീഡിംഗ് ദ കമ്പാരറ്റീവ് FS. കറസ്പോണ്ടിങ് ഫിഗേഴ്സ് എന്താണ്, അതേപോലെ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി റിഗാർഡിംഗ് കമ്പാരറ്റീവ് ഇൻഫർമേഷൻ, അതും നോക്കിക്കോ. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി റിഗാർഡിംഗ് കമ്പാരറ്റീവ് ഇൻഫർമേഷൻ അത് നോക്കണം. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി റിഗാർഡിംഗ് കമ്പാരറ്റീവ് ഇൻഫർമേഷൻ വെച്ചാൽ എന്താണ്, പ്രീവിയസ് ഇൻഫർമേഷൻ. സോ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് regarding comparative information. Auditors responsibilities regarding comparative information അത് പഠിക്കുക, കറസ്പോണ്ടിങ് ഫിഗേഴ്സ് പഠിക്കുക, ബസ് അത് മതി. ഇതാണ് SA 700 സീരീസ്. അപ്പോൾ ചാപ്റ്റർ 8 SA 299, 700, 701, 705, 706, 710 ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ്റെ ഭാഗമായിട്ട് നോക്കിയിരിക്കണം. ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ 28ഓളം സ്റ്റാൻഡേർഡ്സ് തീർന്നെന്ന് പറയാൻ പറ്റില്ല. ഇനി SA 330 ബാക്കിയുണ്ട്, അത് ഏറ്റവും ലാസ്റ്റ് ഇന്റേണൽ കൺട്രോൾ ചാപ്റ്റർ വരും. 27 സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ കവറായി കഴിഞ്ഞു. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു വലിയ ഏരിയയാണ് ഇപ്പോൾ കഴിഞ്ഞേക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മുടെ നോക്കിയ SA 299, 700, 701, 705, 706 ആകുമ്പോഴത്തേക്കും
അപ്രോക്സിമേറ്റ്ലി നിങ്ങളപ്പോൾ സിലബസിൻ്റെ ഒരു 45 മുതൽ 50 മാർക്ക് വരെയുള്ള ടോപ്പിക്സ് കവർഡായി എന്ന് വേണമെങ്കിൽ പറയാം. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എല്ലാം മേജറായിട്ട് കവറായി കഴിഞ്ഞു. ഇത്രയും നിങ്ങൾ പഠിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഇനി എക്സാം പൊട്ടത്തില്ല. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ ചോയ്സ് ഓഫ് യു ഫെയിലിംഗ് ദി എക്സാം. 45+ ഗ്യാരണ്ടീഡ് ആയി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലൂടെയാണ് ഈ 45, 65, 75, 85 ഒക്കെ ആകാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ മാർക്ക് ഐ വാണ്ട് ടു സീ ഫ്രം ഈച്ച് ഓഫ് യു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സെഗ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയും സ്റ്റാൻഡേർഡ്സിൻ്റെ ഏരിയ കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ആർ പ്രൊസീഡിങ് ടു ഈ കമ്പനീസ് ആക്ടിലത്തെ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ്. കമ്പനീസ് ആക്ട് പണ്ട് പ്രീവിയസ് സിലബസിൽ ദർ വാസ് ദിസ് ചാപ്റ്റർ കമ്പനി ഓഡിറ്റ് ആൻഡ് ഓഡിറ്റ്. നമ്മുടെ ഈ ഓഡിറ്റിംഗ് സിലബസിൽ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് ആണ് പണ്ട് ആ പേപ്പറിൻ്റെ പേര് തന്നെ. അന്നേരം ആ പേപ്പറിൽ നമുക്ക് ഈ കമ്പനി ഓഡിറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് സിലബസ് മാറി, ഇപ്പോൾ ഓഡിറ്റിംഗ് അഷുറൻസ് എന്നുള്ള സബ്ജക്റ്റ് ഓഡിറ്റിംഗ് എത്തിക്സ് ആയിട്ട് മാറി. ദ വൺ യു ആർ സ്റ്റഡിങ് നൗ. അതിൽ കമ്പനി ഓഡിറ്റ് എടുത്ത് കളഞ്ഞു. പക്ഷെ കമ്പനി ഓഡിറ്റ് ഫുള്ളായിട്ട് അവർ അടർത്തി മാറ്റിയിട്ടില്ല. റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ബാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ 8 ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അകത്ത് കമ്പനീസ് ആക്ടിലത്തെ റിപ്പോർട്ടിംഗ് റെലവൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് വന്നിട്ടുണ്ട്. ആ സെക്ഷൻസ് കമ്പനീസ് ആക്ടിലത്തെ സെക്ഷൻസിൽ നിന്നും ഫസ്റ്റ് സെക്ഷൻ 143 സബ്സെക്ഷൻ 1, 143 സബ്സെക്ഷൻ 3. ക്ലാസ് റൂമിൽ നമ്മളിത് റെഗുലർ ബാച്ചസിൽ ഓരോ 143 സെക്ഷൻ ഡ്യൂട്ടി ടു എൻക്വയറിൻ്റെ അകത്ത് പറയുന്ന ഡ്യൂട്ടി ടു എൻക്വയർ, ഡ്യൂട്ടി ടു 143 സബ്സെക്ഷൻ 1 ആക്ച്വലി ഓൾസോ ഹാസ് റൈറ്റ്സ്. ഓക്കെ, ഓഡിറ്റർമാരുടെ 2 റൈറ്റ് പറയുന്നുണ്ട്, പിന്നെ ഡ്യൂട്ടിയും പറയുന്നുണ്ട്. ഡ്യൂട്ടി മാത്രമേ നമുക്ക് ഓഡിറ്റിംഗ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യം വരത്തുള്ളൂ. റൈറ്റ്സ് ഒക്കെ ലോയിൽ പഠിക്കുന്ന സംഭവമാണ്. ഓൾസോ ഈ 143 സബ്സെക്ഷൻ 1 ഉം 3 ഒക്കെ ലോയിലും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ലോയിലും ഉണ്ട്, ഓഡിറ്റിങ്ങിലും ഉണ്ട്. സോ ഓഡിറ്റിംഗ് എക്സാം പഠിക്കുന്ന എക്സാം സമയത്ത് നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബിക്കോസ് ഓൾറെഡി ലോ കഴിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. സോ യെസ്, ആ ഒരു സിനർജി കിട്ടും. എന്നിരുന്നാലും ഡ്യൂട്ടി ടു എൻക്വയർ, ഡ്യൂട്ടി ടു റിപ്പോർട്ട് വായിച്ചിട്ട് പോകണം. കാണാതെ പഠിക്കാൻ ശ്രമിക്കേണ്ട ലാസ്റ്റ് മിനിറ്റിൽ. ഓൾറെഡി എൻ്റെ റെഗുലർ ബാച്ച് ഇരുന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈ ഡ്യൂട്ടി റിപ്പോർട്ടിലത്തെ 10 ക്ലോസും 10ാമത്തെ ക്ലോസിൻ്റെ അകത്തുള്ള സബ് ക്ലോസസ് എല്ലാം ഞാൻ ഒരു മെമ്മറി ട്രിക്ക് വെച്ചിട്ട്, നമ്മുടെ ഒരു ബിൽഡിംഗ് ഒക്കെ വെച്ചിട്ടുള്ള മെമ്മറി ട്രിക്ക് ഉണ്ടല്ലോ, ആ ട്രിക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളായിരിക്കും. ഇനി എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തൊരു സ്റ്റുഡൻ്റാണ് ക്ലാസ് കാണുന്നെങ്കിലും 143, 1 ഉം 3 ഒന്നും ലാസ്റ്റ് മിനിറ്റ് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ഓരോ ക്ലോസിലും എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അവെയർ ആക്കി ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, ലാസ്റ്റ് മിനിറ്റ് മഗ്ഗപ്പ് ചെയ്യാൻ വേണ്ടി പോകണ്ട. എക്സാമിന് അങ്ങനെ എപ്പോഴും എടുത്തിട്ട് പൊട്ടിക്കുന്ന ഒരു സാധനമല്ല. ഓക്കെ, ഡ്യൂട്ടി ടു എൻക്വയറി, ഡ്യൂട്ടി റിപ്പോർട്ടും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഡോണ്ട് സ്പെൻഡ് മോർ ദാൻ ഹാഫ് ആൻ അവർ. ഓക്കെ, നിങ്ങൾ 1.5 hours ഒക്കെ ചില ആൾക്കാർ ഇത് കാണാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കത്തില്ല. ഡോണ്ട് സ്പെൻഡ് മോർ ദാൻ ഒരു 45 മിനിറ്റ്സ് മാക്സിമം മതി. 45 മിനിറ്റ്സ് കൂടുതൽ ഈ ഒരു ഏരിയ വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. 45 മിനിറ്റ്സിനെ ഞാൻ വെക്കാൻ കാരണം ആ 143 സബ്സെക്ഷൻ 3 ക്ലോസ് നമ്പർ J 10ാമത്തെ ക്ലോസിനകത്ത് അതർ മാറ്റേഴ്സ് ആസ് പെർ റൂൾ നമ്പർ 11 ഉണ്ട്. അതിൻ്റെ അകത്തൊരു 6 പോയിന്റ് ഉണ്ട്. അതിൽ മറ്റേ നാലാമത്തെ പോയിന്റിനകത്ത് വീണ്ടും 3 സബ് റൂൾസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഏതിൻ്റെ അകത്ത് ഏത് പറയുന്നു, എന്ത് പറയുന്നു, ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ 45 മിനിറ്റ് പോലും വന്നിട്ടുള്ളത്. പിന്നെ ആ 143 സബ്സെക്ഷനിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ അതർ മാറ്റേഴ്സിൽ കിടക്കുന്ന ആ പോയിന്റുകളെ സംബന്ധിക്കുന്ന ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് വൗച്ച് വെരിഫിക്കേഷൻ ചാപ്റ്ററിലും വരുന്നുണ്ട്. ആ ഒരു കണക്ഷനും റെഗുലർ ബാച്ചിൽ ഇരുന്നിട്ട് കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ബോംബുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ 143, 1 ഉം 3 ഉം എഴുതിയത് തന്നെ. അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് മിനിറ്റിന് വേണ്ടി ഇത് എഴുതത്തേ ഇല്ല. ഓക്കെ, ഡോണ്ട് സ്പെൻഡ് മോർ ദാൻ 45 മിനിറ്റ്സ്. നോ ചാൻസ്, വേണ്ട. നേരെ അടുത്ത സെക്ഷനിലോട്ട് പോവാ. 143 സബ്സെക്ഷൻ 11 കാരോ റിപ്പോർട്ട്. കാരോ റിപ്പോർട്ടിൽ പല കുട്ടികളും ചോദിക്കാറുണ്ട്, ഇത് സാർ എങ്ങനെ പഠിക്കും? 21 ക്ലോസ് ആണ്, ഇത് ഫുൾ കാണാതെ പഠിക്കണോ? അത് ലാസ്റ്റ് മിനിറ്റ് സ്കിപ്പ് ചെയ്തോട്ടെ സാർ? ഇത് മൊത്തം ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് തന്നെ 8 മാർക്കല്ലേ ഉള്ളൂ, 8 മുതൽ 12 മാർക്കേ ഉള്ളൂ. അതിൻ്റെ അകത്ത് സാർ ഞാൻ ഇത്രയും ടോപ്പിക്സ് പഠിച്ചു, 143, 1 ഉം പഠിച്ചു, 3 ഉം പഠിച്ചു, 12 വേണമെങ്കിൽ പഠിക്കാൻ സാർ, 11 ഞാൻ സ്കിപ്പ് ചെയ്തോട്ടെ ഒട്ടാ ചോദിക്കും. പക്ഷെ കാരോ എന്നൊക്കെ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും. ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ദ പ്രോബ്ലം ഇസ് 21 ക്ലോസിൽ ഏത് ചോദിക്കും എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ ദൈവം തമ്പുരാന് പോലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ന ക്ലോസ് വരുമെന്ന്. വാട്ട് ഐ ക്യാൻ ഗിവ് യു സം ടിപ്സ് ഇസ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്ലോസസ്, അവരുടെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് അവർ സ്ഥിരമായിട്ട് ICക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ക്ലോസസ് ഞാൻ പറയാം. കാരണം എല്ലാ ക്ലോസും ഒന്നും ചോദിക്കുന്നതും പ്രാക്ടിക്കലാണ്. കാരണം 4 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ ഫോർമാറ്റിലോട്ട് ഈ കാരോലത്തെ എല്ലാ ക്ലോസിനെയും നമുക്ക് കുത്തി കയറ്റാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ക്ലോസസ് ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ ഓൾറെഡി ബാക്കി ഏരിയാസ് എല്ലാം
തറോ പക്കയായിട്ട് വെച്ചിരിക്കുകയാണ്. കാരോ നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കാൻ തന്നെ നിങ്ങൾ തീരുമാനിച്ചുവെങ്കിൽ ഗുഡ്, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കാരോ പഠിക്കാതിരിക്കുമ്പോൾ ആ ക്ലോസ് നമ്പർ 3 ഉണ്ടല്ലോ, ലോൺസ്, അഡ്വാൻസ്, ഡെപ്പോസിറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ഗ്യാരണ്ടി, സെക്യൂരിറ്റി ഗിവൺ, അതിനെ സംബന്ധിക്കുന്ന ആ ഒരു അതിനകത്ത് 6 സബ് പോയിന്റ് ഒന്നുണ്ട്. മൂന്നാമത്തെ ക്ലോസിനകത്ത് സബ് പോയിന്റ്സ് ഒക്കെയാണ്. മൂന്നാമത്തെ ക്ലോസ് ഏറ്റവും ലാസ്റ്റ് പഠിച്ചാൽ മതി. മോസ്റ്റ് ഓഫ് ദ ടൈം പിള്ളേർക്ക് വരുന്ന പ്രശ്നം വെച്ചാൽ കാരോ തുടങ്ങും, ഓക്കെ, അവർ ആദ്യം ആപ്ലിക്കബിലിറ്റി പഠിക്കും. 143 സബ്സെക്ഷൻ 11 ആപ്ലിക്കബിലിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആപ്ലിക്കബിലിറ്റി ഓഫ് കാരോ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 21 ക്ലോസും പഠിച്ചിട്ടുണ്ടാവും, ആപ്ലിക്കബിലിറ്റി പഠിച്ചിട്ടില്ല, പണി കിട്ടും. കാരോന്റെ ആപ്ലിക്കബിലിറ്റി, അത് ടെക്സ്റ്റ് ബുക്ക് വെറുതെ വായിക്കുന്ന സമയത്ത് ആപ്ലിക്കബിലിറ്റി ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ടു എവറി കമ്പനി ഇൻക്ലൂഡിംഗ് എ ഫോറിൻ കമ്പനി ബട്ട് ഡസ് നോട്ട് അപ്ലൈ ടു എ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, സെക്ഷൻ കമ്പനി, വൺ പേഴ്സൺ കമ്പനി, സ്മോൾ കമ്പനി ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സബ്ജക്ട് ടു ചില കണ്ടീഷൻസ്. അത്രയേ ഉള്ളൂ. അതിലെന്തോ ഇത്ര ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ബോംബുണ്ട്. ക്ലാസ് ആയിട്ടുള്ള പിള്ളേരാണെങ്കിൽ അറിയാം, നമ്മൾ ആപ്ലിക്കബിലിറ്റി മാത്രം 1 അവർ എടുത്ത് പഠിക്കാറുണ്ട്. അതായത് ഈ പെയ്ഡപ്പ് ക്യാപിറ്റൽ, റിസർവ്സിന്റെ ഒക്കെ കമ്പ്യൂട്ടേഷൻസ്, പിന്നെ കുറേ പെർമ്യൂട്ടേഷൻസ് ഈ ആപ്ലിക്കബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ട്വിസ്റ്റ് ചെയ്ത് തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ റെഗുലർ ഇപ്പം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ ആ നോട്ട്സ് പഠിച്ചോ. ആപ്ലിക്കബിലിറ്റി ഓഫ് കാരോനെ സംബന്ധിച്ചിട്ട് ലെക്ചർ നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ടാവും, അത് പഠിച്ചോ, നന്നായിട്ട് പഠിച്ചോ. ചോദ്യം ചോദിക്കാൻ ചാൻസസ് ഹൈ പ്രോബിലിറ്റിയാണ്. ഇനി അതില്ലാത്ത ഔട്ട്സൈഡ് സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ക്ലാസ് ഇത് ആ ഒരു ഏരിയയിൽ ആപ്ലിക്കബിലിറ്റി ഓഫ് കാരോയില് പാസ്റ്റ് എക്സാം ക്വസ്റ്റൻസ് എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് എന്നൊക്കെ എടുത്തത് കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ക്ലാസ്സിലോട്ട് വരിക, അതേ നിർത്തിയുള്ളൂ. ആപ്ലിക്കബിലിറ്റി ഓഫ് കാരോ ഗൈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് പഠിച്ചിട്ട് പോയിക്കോ. ഓക്കെ, അത് ഇറ്റ് വിൽ പേ ഓഫ്. ഇനി ഓക്കെ, ഞാൻ പറഞ്ഞു തന്ന സംഭവം ഈ ആപ്ലിക്കബിലിറ്റി പഠിക്കും ചില കുട്ടികൾ. കാരോ പഠിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുന്നവർ ആപ്ലിക്കബിലിറ്റി പഠിക്കും. അത് മനസ്സിലാക്കി വെച്ചിട്ട് പിന്നെ ഓരോ ക്ലോസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ക്ലോസ് നമ്പർ 1 കഴിഞ്ഞു, ക്ലോസ് നമ്പർ 2 കഴിഞ്ഞു, ക്ലോസ് നമ്പർ 3 ഒക്കെ കഴിയുമ്പോഴത്തേക്കും അങ്ങ് തളരും. ആ ക്ലോസ് നമ്പർ 3യുടെ വലുപ്പം കാരണം പിന്നെ ബാക്കി ഇത് പോട്ട് പുല്ലെന്ന് വേണ്ട, പിന്നെ ബാക്കി ഒന്നും പഠിക്കത്തില്ല. അത് ഡേഞ്ചറസ് ആണ്. അപ്പൊ ക്ലോസ് നമ്പർ 3 മാത്രമേ ഉള്ളൂ ആ ഒരു വൃത്തികേടന്റെ ഒരു ഇത്, വൃത്തികേടല്ല, ഹെവിനെസ് തോന്നുന്നത്. ക്ലോസ് നിങ്ങൾ ഇഫ് അറ്റ് ഓൾ യു ആർ സ്റ്റഡിയിങ് ദ ഫുൾ ക്ലോസസ്, സ്റ്റഡി ക്ലോസ് നമ്പർ 3 അറ്റ് ദ വെരി എൻഡ്. ബാക്കി ക്ലോസസ് എല്ലാം പഠിച്ചിട്ട് 3 പഠിച്ചാൽ മതി. അപ്പൊ കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങും. ആദ്യമേ എടുത്ത് ക്ലോസ് നമ്പർ 3 വെച്ച് കഴിഞ്ഞാൽ അത് സ്ലോ ആവും, നിങ്ങൾ പിന്നെ അങ്ങ് നടക്കത്തില്ല, ബാക്കി പോകാൻ പറ്റത്തില്ല, ഇൻഫർമേഷൻ ഓവർലോഡ് ആയിട്ട് മാറും. ക്ലോസ് നമ്പർ 3 നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ഏതൊക്കെ ക്ലോസസ് വേണം എന്ന് ഞാൻ പറയാം. ക്ലോസ് നമ്പർ deposit, clause number 5, accepting deposit is very important. Clause number 6, undisclosed ഇൻകത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഈ കാരോ 2020 പുതുതായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണ്, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ് നമ്പർ ഇപ്പോൾ ഏതൊക്കെ ഞാൻ പറഞ്ഞത്, ക്ലോസ് നമ്പർ 5, ക്ലോസ് നമ്പർ 6, sorry, clause number 6 is actually cost records. Okay, clause number 8 ആണ് undisclosed income. So clause number 8 ആണ് ഞാൻ ഉദ്ദേശിച്ചത്. clause number 8, clause number 5 accepting deposit, clause number 8 undisclosed income. ഈ 8ന് മുമ്പായിട്ട് അതെ 7ഉം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്, ക്ലോസ് നമ്പർ 7 സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ഈ ഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ, അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ. ഡിസ്പ്യൂട്ടഡ് എന്ന് വെച്ചാൽ എന്താണ്, മിയർ അപ്പീൽ ഇസ് നോട്ട് എ ഡിസ്പ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക് ഉണ്ട്, അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ കാരോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലോസസ് ക്ലോസ് 5, 7, 8, അൺഡിസ്ക്ലോസ് ഇൻകം 8. കാരണം ഈ അൺഡിസ്ക്ലോസ് ഇൻകം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം, വൗച്ചിങ് വെരിഫിക്കേഷനിലും മറ്റേ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് അത് വരുന്നുണ്ട്. ക്ലോസ് നമ്പർ 9 റീപേയ്മെന്റ് ഓഫ് ലോൺസ്, അന്ന് ലാസ്റ്റ് മിനിറ്റിലോട്ട് നോക്കണ്ട. ഓൾദോ ഈ ഷെഡ്യൂൾ ബേസ്ഡ് ആയിട്ട് ഇവരുടെ ഷെഡ്യൂളില്ലേ എത്ര ആരുടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്, അത് ഔട്ട്സ്റ്റാൻഡിങ് ആണോ, പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, ആ ഒരു അത് RTPയിൽ വന്നിട്ടുണ്ട്. യെസ്, RTPയിൽ വന്നിട്ടുണ്ട്. ബട്ട് ദെൻ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിനെ എടുത്ത് കയറ്റുന്നില്ല എൻ്റെ അടുത്തേക്ക്. ക്ലോസ് നമ്പർ 11 ഫ്രോഡ് റിപ്പോർട്ടിംഗ് നോക്കിക്കോ. ക്ലോസ് നമ്പർ 11 ഫ്രോഡ് റിപ്പോർട്ടിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്ലോസ് നമ്പർ 12 നിധി കമ്പനി ചോദിച്ചിട്ടുണ്ട്. ക്ലോസ് 12ത്തെ നിധി കമ്പനി, ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. ക്ലോസ് നമ്പർ 12, ക്ലോസ് നമ്പർ 11, ഇതൊക്കെ ചെറിയ 2-3 പോയിന്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്ലോസസ് ആണ് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്.
ക്ലോസ് നമ്പർ 13 RP ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ സിമ്പിൾ സാധനങ്ങളാണ്. ക്ലോസ് നമ്പർ 6 NBFC പണ്ട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ കാരോ 2016 ആയിരുന്ന സമയത്ത് NBFC ഒക്കെ എക്സാം ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. CA ഫൈനലിൽ പോലും ചോദിക്കാറുണ്ടായിരുന്നു. ബട്ട് ഈ പുതിയ കാരോലിന് വന്നപ്പോഴത്തേക്കും NBFC ക്ലോസ് നമ്പർ 16 അകത്ത് ഈ കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആണോ, കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആണെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത്, ഈ NBFC ഗ്രൂപ്പിൻ്റെ അകത്ത് എത്ര കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ഉണ്ട്, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് അതൊക്കെ RBI ആക്ടിൽ പറയുന്ന ഓരോ കൺസെപ്റ്റുകളാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് NBFC which whose principal purpose will be to invest in the shares and securities of other companies. അതിൽ തന്നെ 90% of the net assets must be in the form of ഇത്തരം കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുടെ കണ്ടീഷൻ ഇസ് RBI പറയുന്ന കണ്ടീഷൻ 90% of their net assets should be in the form of investments in share securities. അതിൽ തന്നെ 60% ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആണ്. അങ്ങനെ ടോപ്പിക്സ് ഉണ്ട്, അതൊന്നും പഠിക്കാനില്ല. ഡോണ്ട് വറി ഇതൊന്നും കേട്ട് ഭയക്കണ്ട. നമ്മുടെ റെഗുലർ ബാച്ചിലെ കുട്ടികൾക്ക് ഞാനിത് ജസ്റ്റ് ഐഡിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, RBI ആക്ടിൽ പറയുന്ന ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ക്ലോസ് നമ്പർ 16 റിപ്പോർട്ടബിൾ ആയിട്ട് വരുന്നത്. ഈ കാരോ 2020 ആയതിനു ശേഷം ക്ലോസ് നമ്പർ 16 ക്വസ്റ്റ്യൻസ് കുറവാണ്, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. എന്നാലും നിങ്ങളത് നോക്കി വെച്ചോളൂ, അതാണ് അതിൻ്റെ ഒരു അന്തസ്സ്. അപ്പോൾ ക്ലോസ് നമ്പർ 16 ഒന്ന് നോക്കി വെച്ചോ. ഇനിയിപ്പോൾ അത് ഇത്രയും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അത് എഴുതിയില്ല എന്ന് വരണ്ട. എന്തുകൊണ്ടോ അത് വരുന്നൊരു തോന്നൽ, എഴുതി വെച്ചോ. ഗോയിങ് കൺസേൺ നോക്കി വെക്കുക. ഗോയിങ് കൺസേണിനെ സംബന്ധിക്കുന്ന ക്ലോസ്, ദാറ്റ് ഈസ് യുവർ ക്ലോസ് നമ്പർ 19. ക്ലോസ് നമ്പർ 19 ഗോയിങ് കൺസേണിനെ സംബന്ധിക്കുന്ന ക്ലോസ് നോക്കി വെക്കുക. ക്ലോസ് നമ്പർ 20 CSR നോക്കി വെക്കുക. ഇത്രയും ക്ലോസസ് ഇവിടെ 21 ക്ലോസിൽ ഞാൻ 1 2 3 4 5 6 7 8 ക്ലോസ് പഠിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് നോക്കിയിട്ട് പോയിക്കും. എന്തായാലും കാരോ ഫുൾ പഠിക്കണം. നിങ്ങളുടെ ഫസ്റ്റ് ടൈം സ്റ്റഡി സമയത്ത് എല്ലാം പഠിക്കണം. ഇത് ലാസ്റ്റ് മിനിറ്റ് റിവിഷനാണ്, ഞാൻ അഗെയിൻ പറയുന്നു. ഓക്കെ, ചില സമയത്ത് നമുക്ക് ഭാഗ്യം ഉദിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ചില സമയത്ത് സംഭവിക്കും. ഇപ്പൊ എൻ്റെ തലയുടെ മുകളിൽ അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് ഈ 8 എണ്ണം അല്ലാണ്ട് വേറെ ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പഠിക്കുന്ന സമയത്ത് ഫുൾ പഠിക്കുക, ലാസ്റ്റ് മിനിറ്റ് റിവിഷന് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഇതെന്നാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ മറ്റേ ക്ലാസിക് സെക്ഷൻ 143 സബ്സെക്ഷൻ 12 ഫ്രോഡ് റിപ്പോർട്ടിങ്, അതും നോക്കി വെച്ചോളൂ. അത് ലോ പഠിച്ചിട്ട് ഉള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. മറ്റേ 1 CR മുകളിൽ ഒരു ഫ്രോഡ് കമ്പനിക്ക് എതിരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഇമ്മീഡിയറ്റ്ലി ബോർഡിനെയും ഓഡിറ്റ് കമ്മിറ്റിനെയും അറിയിക്കുന്നു, റെസ്പോൺസ് വാങ്ങിക്കുന്നു. 45 ഡേയ്സിന് ശേഷം നെക്സ്റ്റ് 15 ഡേയ്സിൽ മറ്റേ MCA അറിയിക്കുന്നു, ADT4 കൊടുക്കുന്നു, സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റർഡ് പോസ്റ്റ് പ്ലസ് ഇമെയിൽ കൺഫർമേഷൻ. ആ പരിപാടിയില്ലേ, അത് CA പിള്ളേർക്ക് അത് എന്തായാലും അറിയുന്നുണ്ടോ അതൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് പോവുക. ലാസ്റ്റ് മിനിറ്റ് ഇനിയിപ്പോൾ ഇത്രയും ആഴ്ചയ്ക്ക് നോക്കാണ്ട് പോകണ്ട. ഇതാണ് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട്. ചാപ്റ്റർ 8 നിങ്ങൾ നിർബന്ധമായിട്ടും ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ഇത്രയും ടോപ്പിക്സ് ആണ്. ഇത് പഠിക്കുക, അതെന്തായാലും പഠിച്ചിട്ട് പോകാം ലാസ്റ്റ് മിനിറ്റ് റിവിഷന്. അങ്ങനെ നമ്മളുടെ ചാപ്റ്റർ നമ്പർ 8 ഇസ് ഓവർ. 4 more ചാപ്റ്റേഴ്സ്. നെക്സ്റ്റ് ചാപ്റ്റർ വന്നിട്ട് ചാപ്റ്റർ 8 കഴിഞ്ഞാൽ നമ്മൾ ഏതാ പഠിക്കുന്നത്? ചാപ്റ്റർ 10 ആണ് പഠിക്കുന്നത്. ഇതിൽ നോക്കിയാൽ ചാപ്റ്റർ 10-ന് ചാപ്റ്റർ 10-ഉം ചാപ്റ്റർ 11-ഉം വളരെ വലിയ ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ അതിൻ്റെ മാർക്ക് വെയിറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഈ ICAയുടെ മറ്റേ ആ നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, സിലബസിൻ്റെ മാർക്ക് വെയിറ്റേജ് ഒക്കെ പറഞ്ഞ ആ ഒരു നോട്ടിഫിക്കേഷൻ, അതിൽ ചാപ്റ്റർ 9 ആൻഡ് ചാപ്റ്റർ 10 ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് 12 മുതൽ 18% മാർക്ക് പറഞ്ഞേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? Now the problem is audit of banks-ഉം audit of different entities-ഉം it is fairly large chapters. വളരെ വലിയ ചാപ്റ്റേഴ്സ് ആണ് audit of banks-ഉം audit of different entities-ഉം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അതിൻ്റെ ഒരു പഠിക്കാനും കുറച്ച് രസമാണ്. ഈ NPA ആകുന്നു, ഓരോ ടൈപ്പ് ഓഫ് ലോൺസ് എപ്പോഴാണ് NPA ആവുക, അങ്ങനെ കുറേ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ സംഭവം ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ഒരുപാട് സമയം ചിലപ്പോൾ ഓഡിറ്റ് ഓഫ് ബാങ്ക്സ്, ചിലത് പറയാറുണ്ട് സാർ ഞാൻ ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, ഇത് ഓക്കെ നന്നായി പഠിച്ചോ, എത്ര നേരം എടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ സാർ ഞാൻ 4 ദിവസം എടുത്തു എന്നൊക്കെ പറയും. അവിടെ പൊട്ട അങ്ങനെ ചെയ്യരുത്. ഓഡിറ്റ് ഓഫ് ബാങ്ക്സും ഈ ഓഡിറ്റ് ഓഫ് ഡിഫറൻറ്റീസും 4-5 ദിവസം സ്പെൻഡ് ചെയ്യരുത്. ആ 2 ചാപ്റ്ററും കൂടി ചേർന്നിട്ട് 8-10 മാർക്കിനെ വെയിറ്റേജ് ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഈ ചാപ്റ്ററുകളുടെ ചതിക്കുഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രസകരമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. essay ഒന്നും വലുതായിട്ട് വരുന്നില്ല, കോംപ്ലിക്കേഷൻസ് ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഇങ്ങനെ അതിൻ്റെ കണ്ടന്റിന്റെ സൈസ് കാരണം നമുക്ക് കുറേ വായിച്ച എടുക്കാനും അത് ഇങ്ങനെ ഡെപ്തിൽ പോകാനൊക്കെ നമുക്ക് തോന്നും.
പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. 2 ചാപ്റ്ററും അത്രയും വോളിയമുള്ള ചാപ്റ്റേഴ്സാണ് രണ്ടെണ്ണം. സിമ്പിളാണ്, എന്നാലും അത്രയും നോക്കിക്കഴിഞ്ഞാലും അത് മൊത്തം രണ്ടും കൂടി ചേർന്നിട്ട് ഈ 10 മാർക്ക്. സോ ഒരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് മേ ബി ഒരു 6 മാർക്ക് വന്നാൽ മറ്റേന്ന് 4, അല്ലെങ്കിൽ ഇപ്പുറത്ത് 5 5 രണ്ടും 5 5 എന്നായിട്ട്. ഇനി പോട്ടെ, രണ്ടെണ്ണം കൂടിയിട്ട് മാക്സിമം ഒരു 6 6 6 7 വന്നാലോ 13 മാർക്ക് മാക്സിമം രണ്ടും കൂടി ചേർന്നിട്ട്. അപ്പോൾ ഒരു ചാപ്റ്ററിന് 6 മാർക്കിനൊക്കെ വെയിറ്റേജ് ഉള്ളൂ. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ ഒരു കാരണവശാലും ഓഡിറ്റ് ഓഫ് ബാങ്ക്സും ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എഡീസും നിങ്ങൾ തല കുത്തിയിരുന്ന് സന്യസിക്കാൻ നിൽക്കുന്നതാണ് മുകളിൽ. ഞാൻ കുറച്ച് ഏരിയാസ് പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഞാൻ പറയാം. വിൽ സ്റ്റാർട്ട് വിത്ത് ചാപ്റ്റർ നമ്പർ 10. 10ാമത്തെ ചാപ്റ്ററിൽ ഞാൻ തുടങ്ങുന്നു, വിച്ച് ഇസ് ഓഡിറ്റ് ഓഫ് ബാങ്ക്സ്. ഓക്കെ, ഈ എസ്ഐയും കമ്പനീസ് ആക്റ്റും എല്ലാം കഴിഞ്ഞാൽ പിന്നെ നേരെ ഓഡിറ്റ് ഓഫ് ബാങ്ക്സോട്ട് പോവാം. ഓഡിറ്റ് ഓഫ് ബാങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ, നമ്മുടെ റെഗുലർ ബാച്ച് സെറ്റിനായിട്ടുള്ള കുട്ടികൾക്കും ഈ നമ്മുടെ കണ്ടന്റ് നമ്മുടെ ബുക്കുള്ള കുട്ടികൾക്കും ഞാൻ ക്വസ്റ്റൻ ആൻസർ ഫോർമാറ്റിലാണ് ഓൾറെഡി ഈ ഫുൾ ബാങ്ക് ഓഡിറ്റ് തന്നേക്കുന്നത്. 22 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ സ്പ്ലിറ്റ് തന്നിട്ടുള്ളത്. അതിൽ ഇപ്പം ഞാൻ നോൺ ട്രിപ്പിൾ സ്റ്റുഡൻസും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 1 2 3 4 അങ്ങനെ പറയുന്നില്ല, ഏരിയ വൈസ് ആയിട്ട് പറയാം. ആ ഏരിയ നോക്കിയിട്ട് പോവാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്ക് ഓഡിറ്റിലത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ റിപ്പോർട്ട് ടു സെൻട്രൽ ഗവൺമെന്റ്, സ്പെഷ്യൽ റിപ്പോർട്ട് ഏതൊക്കെ സിറ്റുവേഷനാണ് ഈ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഓഡിറ്റ് എന്ന് പറയും. ഓക്കെ, സ്പെഷ്യൽ റിപ്പോർട്ട് ടു ഗവൺമെന്റ് ഇൻ നാഷണലൈസ്ഡ് ബാങ്ക്. നാഷണലൈസ്ഡ് ബാങ്കിൽ ഓഡിറ്റേഴ്സ്, സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഏതൊക്കെയാണ്, ആ സിറ്റുവേഷൻസ് നോക്കി വെച്ചോളൂ. ട്രിപ്പിൾ സ്റ്റുഡൻസിന് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് സാധനം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻകം റെക്കഗ്നിഷൻ പോളിസി, ബാങ്കിൻ്റെ ഇൻകം റെക്കഗ്നിഷൻ പോളിസി ബേസ്ഡ് ആയിട്ട് ഒരുപാട് MCQs ഇത്തവണ സെപ്റ്റംബർ 24 RTPയിലും MTPയിലൊക്കെ വന്നിട്ടുണ്ട്. ഇൻകം റെക്കഗ്നിഷൻ പോളിസി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയും, അത് നോക്കിക്കോളൂ. സ്ഥിരം ചോദിക്കുന്നൊരു കോർ ഏരിയ ആണിത്. ട്രിപ്പിൾ സ്റ്റുഡൻസിൻ്റെ ശ്രദ്ധയ്ക്ക് അത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആയിരുന്നു. പിന്നെ പ്രൊസീജിയർ ഓഫ് അപ്പോയിൻമെൻറ്റ്, ബാങ്കിലത്തെ ഓഡിറ്റർമാരുടെ അപ്പോയിൻമെൻറ്റും റെമ്യൂണറേഷനും. ഓഡിറ്റേഴ്സ് അപ്പോയിൻമെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ അത് നോക്കി വെച്ചോളൂ, അത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പാസ്റ്റ് എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ നമ്മുടെ ബുക്കിലത്തെ ക്വസ്റ്റ്യൻ നമ്പർ 14, അതായത് അസറ്റ് ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് അതൊന്ന് നോക്കി വെക്കുക. നമ്മുടെ ബുക്കിലത്തെ ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. അസറ്റ് ക്ലാസിഫിക്കേഷൻ അത്യാവശ്യം ഫെയർലി ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫോമിംഗ്, നോൺ പെർഫോമിംഗിൻ്റെ അകത്ത് വരാവുന്ന സബ് ക്ലാസിഫിക്കേഷൻസ് അതൊക്കെ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 15, സെക്യൂരിറ്റീസ്. ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് സെക്യൂരിറ്റി. ബാങ്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് ബോറോവറിൻ്റെ കയ്യിൽ നിന്നൊരു സെക്യൂരിറ്റി, ഒരു അസറ്റ് ഈട് വെക്കാൻ ആവശ്യപ്പെടുമല്ലോ. ആ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് സെക്യൂരിറ്റി ഹൈ ഇമ്പോർട്ടൻസ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അത് നോക്കി വെക്കുക. അത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ് കേട്ടോ. ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് സെക്യൂരിറ്റി, മോർഗേജ്, ഹൈപ്പോത്തിക്കേഷൻ, പ്ലെഡ്ജ്, സെറ്റ് ഓഫ് ലീൻ, അസൈൻമെൻറ്റ്, ആ ടോപ്പിക്സ്. പിന്നെ ഈ NPA ക്വസ്റ്റ്യൻ നമ്പർ 17 NPA സംബന്ധിക്കുന്ന കുറച്ച് തിയറി ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NPA സംബന്ധിക്കുന്ന തിയറി, അതായത് NPA ക്ലാസിഫിക്കേഷൻ ഈസ് പ്യുവർലി ബോറോവർ വൈസ് ആൻഡ് നോട്ട് ഫെസിലിറ്റി വൈസ്. അതായത് ഒരു ബോറോവറിൻ്റെ ഇത് ഒരുപാട് തവണ എക്സാം ചോദിച്ചിട്ടുണ്ട്. ഇത്തവണ സെപ്റ്റംബറിലൊക്കെ RTPക്ക് ഒരുപാട് തവണ ചോദിച്ചു. സോ എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ജാൻ അറ്റംപ്റ്റിന്. അതായത് ഒരു ബോറോവർ തന്നെ 4-5 ലോൺസ് എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ലോൺസ് എല്ലാം കൃത്യമായിട്ട് തിരിച്ചടവ് പോകുന്നുണ്ട്, പെർഫോമിംഗ് അസറ്റ് ആണ്. പക്ഷെ ലാസ്റ്റ് ഒരു ലോൺ അക്കൗണ്ട് മാത്രം ഡിഫോൾട്ട് വന്നിട്ടുണ്ട്. അത് NPA ആയി കഴിഞ്ഞാൽ അയാളുടെ പേരിൽ ആ ബാങ്കിൽ നിന്ന് അയാൾ എടുത്തിട്ടുള്ള മറ്റു ലോണുകളും എന്തായിട്ട് മാറും, NPA ആയിട്ട് മാറും. അപ്പോൾ NPA ക്ലാസിഫിക്കേഷൻസ് ബോറോവർ വൈസ് ആൻഡ് നോട്ട് ഫെസിലിറ്റി വൈസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ ഈ NPA ക്ലാസിഫിക്കേഷൻസ് പ്യുവർലി സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ദ റിക്കവറി. അതായത് ബോറോവറിന്റെ അസറ്റ് ലോൺ എടുത്തുകൊണ്ട് പോയിട്ടുള്ള ആളുടെ ക്രെഡിറ്റ് വർത്തിനെസ്, അയാളുടെ സിബിൽ സ്കോർ, അയാൾ എത്ര സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്, നൺ ഓഫ് ദാറ്റ് മാറ്റേഴ്സ്. എപ്പോഴാണോ ഡിഫോൾട്ട് വരുന്നത്, ആ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്തായി സംഭവിക്കും, അത് NPA ആയിട്ട് മാറും. ആ ഒരു പോർഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിഫറെൻറ്റ് വേസ് ഓഫ് NPA ക്ലാസിഫിക്കേഷൻ, ഹൗ ഡസ് ഡിഫറെൻറ്റ് ലോൺ
ഡിഫറെൻറ്റ് ലോൺ അക്കൗണ്ട്സ് ടേൺ NPA. അതായത് ഈ അഗ്രികൾച്ചറൽ അഡ്വാൻസസ് എപ്പോഴാണ് NPA ആവുന്നത്, സ്റ്റാഫ് ലോൺസിൻ്റെ കാര്യം, പിന്നെ ലോൺസ് ടേക്കൺ അഗെയിൻസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ബാക്കിംഗ് സെക്യൂരിറ്റി, പിന്നെ നമ്മുടെ ഈ പോയിന്റ് എന്തായിരുന്നു, നോർമൽ ടേം ലോൺസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഭവം ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ക്യാഷ് ക്രെഡിറ്റ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി എപ്പോൾ NPA ആയിട്ട് മാറും? അതിന് 3 കണ്ടീഷൻസ് ഉണ്ട്. ആ ഔട്ട് ഓഫ് ഓർഡർ ആകാനുള്ള 3 കണ്ടീഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഔട്ട് ഓഫ് ഓർഡർ ആകാൻ ആവശ്യമായിട്ടുള്ള ഒരു 3 കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, NPA തന്നെ എങ്ങനെയൊക്കെയാണ് ഓരോ ലോൺ അക്കൗണ്ട്സും NPA ആവാൻ ചാൻസ് ഉള്ളത്, കൺസോർഷ്യം അഡ്വാൻസ് എന്ത് സംഭവിക്കുന്നു, നോർമൽ ടേം ലോൺസ് എന്ത് സംഭവിക്കുന്നു, ബിൽസ് എന്ത് സംഭവിക്കുന്നു, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ബട്ട് സൂപ്പർ ഇമ്പോർട്ടൻ്റ് ഇസ് ക്യാഷ് ക്രെഡിറ്റ് ഓർഡർ ഫെസിലിറ്റി. അത് ഔട്ട് ഓഫ് ഓർഡർ ആകുന്നത് 3 സിറ്റുവേഷൻസിലാണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫ്രീക്വൻറ്റ് ഏരിയ. ഞാൻ സ്റ്റാർ മാർക്ക് കൂടി ഇട്ട് വെച്ചേക്കാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാങ്ക് ഓഡിറ്റിൽ നിങ്ങൾ നോക്കാണ്ട ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഏരിയ എന്ന് പറയാൻ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ ഡ്രോയിങ് പവറിൻ്റെ കമ്പ്യൂട്ടേഷൻ ഒന്ന് നോക്കി വെച്ചോളൂ. അതും ഒരുപാട് തവണ ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ മെനി നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ഹാസ് ബീൻ ആസ്ക്ഡ്. ഡ്രോയിങ് പവർ കമ്പ്യൂട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉണ്ട് ഈ റിസ്ക് അസസ്മെന്റ് ഇൻ ബാങ്ക് ഒക്കെ കൊണ്ട് RTPയിലൊക്കെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ അത് നോക്കണ്ട, ഇത്രയെങ്കിലും എന്തായാലും നോക്കിയിട്ട് പോയിക്കാം. അഡ്വാൻസസ്, ഓഡിറ്റ് ഓഫ് അഡ്വാൻസസും കൂടി ഉണ്ടല്ലോ. കാരണം ബാങ്കിന്റെ ഏറ്റവും വലിയ അസറ്റാണ് ഈ അഡ്വാൻസസ് കൊടുക്കുന്നത്. ഓഡിറ്റ് ഓഫ് അഡ്വാൻസസും കൂടി നോക്കിയിട്ട് പോയിക്കോ. പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം തിയറി ക്വസ്റ്റ്യൻ ഇത് വന്നിട്ടില്ല. MCQസിലെ ഇത് അധികം ഹിറ്റായിട്ടുള്ളൂ. പല ആൾക്കാരും ഓഡിറ്റ് ഓഫ് അഡ്വാൻസസിൽ ഒരുപാട് സമയം കളയും. അതിന് സമയം കളയണ്ട, MCQസിലാണ് അധികവും. MCQസിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ഓഫ് അഡ്വാൻസസിന്റെ പോയിന്റ്. നമ്മുടെ ബുക്കിലാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 20 എന്തോ ആയിട്ട് വരുമോ സംഭവം. പ്രൊവിഷനിങ്ങിന്റെ റേറ്റ് ഒന്നും കാണാൻ പഠിക്കാൻ ലാസ്റ്റ് മിനിറ്റ് നിൽക്കണം കേട്ടോ, അതും സമയം കളയണ്ട. ഈ ക്വസ്റ്റ്യൻ നമ്പർ 22 കീ പോയിന്റ്സ് ഫോർ ഓഡിറ്റ് ഓഫ് അഡ്വാൻസസ് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് ജസ്റ്റ് വായിച്ചു വെച്ചിട്ട് പോയിരുന്നാൽ മതി. ഇനി 5 to 6 പോയിന്റ്സ് നോക്കി വെക്കാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് യുവർ നമ്മളുടെ ബാങ്ക് ഓഡിറ്റ് ചാപ്റ്റർ. നൗ കമ്മിങ് ടു ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് എൻറ്റിറ്റീസ്, ചാപ്റ്റർ നമ്പർ 11 അല്ല 11 അല്ലല്ലോ 9. ചാപ്റ്റർ നമ്പർ 9, ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് എൻറ്റിറ്റീസ്. ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് എൻറ്റിറ്റീസിൻ്റെ അകത്ത് ഇറ്റ്സ് അഗെയിൻ എ വെരി ലാർജ് ചാപ്റ്റർ. ഞാൻ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം ലാസ്റ്റ് മിനിറ്റ് റിവിഷന് നോക്കിയിട്ട് പോകുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, ഞാൻ പറയുവാണെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, C&AGക്ക് ഗവൺമെൻറ് ഓഡിറ്റിൻ്റെ അപ്പെക്സ് അതോറിറ്റി ആയിട്ട് അവരെ മാറ്റാൻ സഹായിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. C&AGയുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒന്നും ലാസ്റ്റ് മിനിറ്റ് സമയത്ത് നോക്കി സമയം കളയണ്ട. ഗവൺമെൻറ് ഓഡിറ്റിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എക്സ്പെൻഡിച്ചർ ഓഡിറ്റ്. എക്സ്പെൻഡിച്ചർ ഓഡിറ്റിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുക. 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്. എക്സ്പെൻഡിച്ചറിൻ്റെ 5 പ്രിൻസിപ്പിൾസും നല്ലപോലെ പഠിച്ചു വെച്ചോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി അതിൽ സ്റ്റാർ മാർക്കായിട്ട് പറയുന്ന സംഭവം ദ കൺസെപ്റ്റ് ഓഫ് പ്രൊപ്രൈറ്റി. ഈ പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്താണ് അത് നോക്കി വെച്ചോ, അത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അത് ഹൈലൈറ്റ് ഏരിയ ആയിട്ട് വയ്ക്കാം. പിന്നെ ദ ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് എൻറ്റിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് വരാൻ ചാൻസ് ഉള്ളത്. C&AGയുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസും കമ്പനീസ് ആക്ടിൽ പറയുന്ന C&AGയുടെ പവേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ലോയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സെക്ഷൻ 143 സബ്സെക്ഷൻ 5, 6, 7 C&AGക്ക് ഡയറക്ഷൻസ് കൊടുക്കാനുള്ള പവർ, സപ്ലിമെൻ്ററി ഓഡിറ്റ്, സപ്ലിമെൻ്ററി ഓഡിറ്റ് റിപ്പോർട്ട്, ടെസ്റ്റ് ഓഡിറ്റ്, ആ ഒരു ഏരിയ അത് നോക്കി വെച്ചോ. പിന്നെ ഓഡിറ്റ് ഓഫ് സ്റ്റോഴ്സ് ആൻഡ് ഇൻവെൻട്രി, ലോക്കൽ അതോറിറ്റീസിൻ്റെ ഒക്കെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അതൊന്നും ലാസ്റ്റ് മിനിറ്റിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നില്ല. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത്രയും ഫ്രീക്വൻ്റ് അല്ല. ലാസ്റ്റ് മിനിറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ടോപ്പിക്ക് പിന്നുള്ളത് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഹയർ പർച്ചേസ് ആൻഡ് ലീസ് കമ്പനി ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഓഡിറ്റ് ചെയ്യുന്നത്, വാട്ട് ആർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓഡിറ്റ് ഓഫ് LLP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വെച്ചോളൂ. പിന്നെ നമ്മുടെ ഈ ഓഡിറ്റ് ഓഫ് മിസ്ലിനിയസ് എൻറ്റിറ്റീസ് ഉണ്ടോ, ഹോട്ടൽ, ഹോസ്പിറ്റൽ, സ്കൂള്, തിയേറ്റർ, NGO, അതിന് ഞാനൊരു ഫ്രെയിം വർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ബുക്കിലും ആ ഫ്രെയിം വർക്ക് ഉണ്ട്. പിന്നെ ക്ലാസ് റൂമിൽ ഞാൻ ആ ഫ്രെയിം വർക്ക് ഒരു എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ട്. അതൊന്ന് ലാസ്റ്റ് ആ ഫ്രെയിം വർക്ക് മാത്രം നോക്കിയിട്ട് പോവാം. ഓക്കെ,
അല്ലാണ്ട് ഹോസ്പിറ്റൽ, തിയേറ്റർ, ഹോട്ടൽ അതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഒന്നും പഠിച്ചിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി മാർക്ക് വാങ്ങിക്കും കുറച്ചൊക്കെ. ഫ്രെയിം വർക്ക് വെച്ച് ചെയ്താൽ നല്ലത്. ലാസ്റ്റ് മിനിറ്റിൽ വേണ്ടിയിട്ട് അതൊന്നും സമയം കളയണ്ട. കാരണം അതൊക്കെ എടുത്ത് ചുമ്മാ വായിച്ച് കാണാൻ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. അതൊന്നും നോക്കി കളയണ്ട ലാസ്റ്റ് മിനിറ്റിൽ. C&Aയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഞാൻ പറഞ്ഞു, എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ മെറ്റീരിയൽ ഒന്ന് കണ്ണോടിച്ചോട്ടെ. ഗവൺമെൻറ് ഓഡിറ്റിംഗ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ടോപ്പിക്സ് ആണ്. ഇതാണ് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. ആർട്ടിക്കിൾ 149, 150, 151 അത് നോക്കിക്കോ. പിന്നെ ഡ്യൂട്ടീസ് ഒന്നും വായിച്ച സമയം കളയണ്ട. കമ്പനീസ് ആയിട്ടുള്ള 143, 567 പവേഴ്സ് വേണം. എക്സ്പെൻഡിച്ചർ കൊടുത്ത 5 പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെൻഡിച്ചർ കൊടുത്ത 5 പ്രിൻസിപ്പിൾസിൽ പ്രൊപ്രൈറ്റി ഓഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. പ്രൊപ്രൈറ്റി ഓഡിറ്റ് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, പ്രൊപ്രൈറ്റി ഓഡിറ്റ് അതേപോലെ റെഗുലാരിറ്റി ഓഡിറ്റും കൂടി നോക്കിയോ. പ്രൊപ്രൈറ്റി ഓഡിറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പക്ഷേ റെഗുലാരിറ്റി, അതായത് ഓഡിറ്റ് അഗൈൻസ്റ്റ് റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ഇല്ലേ, അതാണ് സംഭവം. റെഗുലാരിറ്റി ഓഡിറ്റിലത്തെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്താണ്, അതേപോലെ പെർഫോമൻസ് ഓഡിറ്റും കൂടി പോയിക്കോണേ. പെർഫോമൻസ് ഓഡിറ്റും കൂടി നോക്കിക്കോ. ഇതെല്ലാം മറ്റേ പ്രിൻസിപ്പിൾസ് ആണ്, ആകെ 5 പ്രിൻസിപ്പിൾസേ ഉള്ളൂ. ആ 5 പ്രിൻസിപ്പിൾസിൽ ഈ 3 പ്രൊപ്രൈറ്റി ഓഡിറ്റ്, റെഗുലാരിറ്റി ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, അത് നോക്കി വെച്ചോ. അതെന്തായാലും പഠിക്കാം ലാസ്റ്റ് മിനിറ്റ്. പിന്നെ ഈ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസോട്ട് വരുമ്പോഴത്തേക്കും ലോക്കൽ അതോറിറ്റീസ് ആരൊക്കെയാണ് അതൊക്കെ ചുമ്മാ വായിച്ച് വെച്ച് അത് നോക്കണ്ട. ലാസ്റ്റ് മിനിറ്റ് നോക്കണ്ട. ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. RTPയിലൊക്കെ ചോദിച്ചിട്ടുള്ള ഏരിയാസ് കുറേ ഉണ്ട്. കാരണം ഈ ചാപ്റ്റർ വളരെ വലുതാണല്ലോ. ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നതാണ്. ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ഒന്നും നോക്കാൻ സമയം കളയാൻ നിങ്ങളിത് പറയത്തില്ല. LLPയിലത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ചോ. ഹയർ പർച്ചേസ് ലീസ് കമ്പനി ഫുള്ളി പഠിച്ചോ, അതൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഈ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോട്ട് വരും. കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്ത് inside your cooperative societies area, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഞാൻ ഒന്ന് പറയാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അകത്ത് ഈ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എവിടെയൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അത് നോക്കി വെച്ചോ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിൻ്റെ ലിമിറ്റ്, അത് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻ്റെ ലിമിറ്റ് ഉണ്ട്, അത് ഒന്ന് നോക്കി വെക്കുക. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഷെഡ്യൂൾസ് കൊടുക്കുന്നത് എപ്പോഴൊക്കെയാണ്, ഓക്കെ. ഷെഡ്യൂൾസ് ടു ഓഡിറ്റ് റിപ്പോർട്ട് എന്നൊരു ടോപ്പിക് ഉണ്ട്, അത് നോക്കി വെച്ചോ. പിന്നെ കമ്മിങ് ടു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അത് ഏറെക്കുറെ ഫുള്ള് കമ്പനീസ് ആക്ട് പോലെയാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 90% കമ്പനീസ് ആക്ട് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ടാക്കിയവർ ബേസിക്കലി കമ്പനീസ് ആക്ട് കൺട്രോൾ A, കൺട്രോൾ C, കൺട്രോൾ V അതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൺട്രോൾ F അടിച്ചിട്ട് കമ്പനി എന്നുള്ള സൊസൈറ്റി ആക്കി മാറ്റിക്കണം. അത്രയും ബേസിക്കലി അവർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കോപ്പി പേസ്റ്റ് ചെയ്തേക്കുന്നത് പഴയ കമ്പനീസ് ആക്ട് ആണ്. അപ്പോൾ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്റർമാരുടെ ക്വാളിഫിക്കേഷൻസ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ് അതെല്ലാം പോകുമ്പോൾ പഴയ കമ്പനീസ് ആക്ട് രീതിയിലാണ്. ക്വാളിഫിക്കേഷൻസ്, ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒക്കെ, അതായത് ഈ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡിസ്ക്വാളിഫിക്കേഷൻ. കമ്പനീസ് ആക്ട് 2013 ഓഡിറ്റ് ഡിസ്ക്വാളിഫൈഡ് ആവുന്ന എപ്പോഴാണ്, 5 ലക്ഷം രൂപയെ കൂടുതൽ ഇൻജക്റ്റഡ് ആകുന്ന സമയത്ത്, ഈ 1 ലാഖിൻ്റെ മുകളിൽ ഗ്യാരണ്ടി നിൽക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെയല്ലേ. ആ പോയിന്റ്സ് എല്ലാം ഈ 5 ലാഖും 1 ലാഖൊക്കെ 1000 രൂപ എന്നായിട്ട് മാറും മൾട്ടി സ്റ്റേറ്റിലോട്ട് വരുമ്പോഴത്തേക്കും. കാരണം പഴയ കമ്പനീസ് ആക്ടിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഓഡിറ്റർമാരുടെ ക്വാളിഫിക്കേഷൻസും ഡിസ്ക്വാളിഫിക്കേഷൻസും. ഓഡിറ്റേഴ്സ് ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ ഇവിടെ ശ്രദ്ധിക്കണം. ആവേശം കയറിയിട്ട് നിങ്ങൾ കമ്പനീസ് ആക്ടിലത്തെ പോലെ 5 years ടെന്യൂർ ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ഫോർ ദ ഫസ്റ്റ് AGM ടിൽ ദ കംപ്ലീഷൻ ഓഫ് ദ 6th AGM അങ്ങനൊന്നും പറയരുത്. അതൊക്കെ പുതിയ കമ്പനീസ് ആക്ടിലെ കൺസെപ്റ്റാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സിമിലർ ടു കമ്പനീസ് ആക്ട്, പക്ഷേ പഴയ കമ്പനീസ് ആക്ട് ആണ്. അപ്പോൾ ടെന്യൂർ 1 year ഉള്ളൂ. ഈ ക്വാളിഫിക്കേഷൻസ് അത് ചാർട്ടേഡ് അക്കൗണ്ടിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫേം ആണെങ്കിൽ മെജോറിറ്റി നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് CA ബട്ട് ഡിസ്ക്വാളിഫിക്കേഷൻസ് വന്നിട്ട് ഈ ഇൻഡെപ്റ്റ്നെസ്സും ഗ്യാരണ്ടിയൊക്കെ 1000 രൂപ. ഓഡിറ്റർ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ അത് ട്വിസ്റ്റ് ചെയ്യിപ്പിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിന്, അതൊന്ന് നോക്കി വെച്ചോ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം, ഈ ഓഡിറ്റ് റിപ്പോർട്ടിലത്തെ കണ്ടന്റും സംഭവങ്ങളൊക്കെ ഡിറ്റോ കമ്പനീസ് ആക്ടാണ് പോകുന്നത്. സെക്ഷൻ 77, 78, 79 എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷൻസ് ഉണ്ട്. അതിലൊരെണ്ണം ഇത്തവണ എക്സാമിന് വരികയും ചെയ്തു. ഐ തിങ്ക് ഇറ്റ് വാസ് 77. ഇറ്റ് വാസ് ആസ്ഡ് ഇൻ September 24 attempt. 2 സെക്ഷൻസ് ഇനിയും ബാക്കിയുണ്ട്. ആൻഡ് 78 ഉം 79 ഒക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സിമിലറാണ്. 78 എൻക്വയറി, 79 ഇൻസ്പെക്ഷൻ, ഭയങ്കര ഒരെണ്ണം പഠിച്ചാൽ മറ്റേത് പഠിച്ചതിന് തുല്യം തന്നെ, അത്രയും സിമിലർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് നോക്കി പോവുക, ഇത്രയേ ഉള്ളൂ. ഈ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് സംഭവം വലിയ ചാപ്റ്റർ ആണെങ്കിലും ഈ ഏരിയാസ് നോക്കിയിട്ട് പോവുക.
യു ബി സേഫ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് സംഭവം ആഡ് ആയിട്ടുണ്ട്. പുതിയ നമ്മുടെ May 24 അറ്റംപ്റ്റിൽ ചാരിറ്റബിൾ സൊസൈറ്റി, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ വന്നിട്ടുണ്ട്. ചാരിറ്റബിൾ സൊസൈറ്റിയും ചാരിറ്റബിൾ ട്രസ്റ്റും May 24 സിലബസ് വന്നിട്ട് ഇതുവരെ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഓഡിറ്റേഴ്സ് പ്രൊസീജിയേഴ്സ് മാത്രം. ഞാൻ ക്ലാസ്സിലും പറയാറുണ്ട് സ്റ്റഡി 8 പോയിന്റ്സ് എന്ന് പറഞ്ഞ് തരാറുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അതിൽ തന്നെ നമ്മുടെ ഈ സൊസൈറ്റീസ്, ചാരിറ്റബിൾ സൊസൈറ്റിയിലത്തെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ മറ്റേ ഹോട്ടൽ, ക്ലബ്ബ്, തിയേറ്ററിലൊക്കെ പറയുന്ന ആ ഫ്രെയിം വർക്ക്, ഞാൻ പഠിപ്പിക്കുന്ന ഫ്രെയിം വർക്കുമായിട്ട് സിമിലർ ആണ്. അതൊന്ന് നോക്കി വെക്കുക. ചാരിറ്റബിൾ ട്രസ്റ്റും സൊസൈറ്റിയും നോക്കാതെ പോകണ്ട. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ നമ്പർ 9ന്റെ ഒരു വെടിക്കെട്ട്. സോ ചാപ്റ്റർ നമ്പർ 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു, 10 കഴിഞ്ഞു. വി ആർ റീച്ചിങ് ദ ഫൈനൽ ടോപ്പിക്സ്. ചാപ്റ്റർ 8, 9, 10. ചാപ്റ്റർ 9 നമ്മൾ ഓൾറെഡി തീർത്തതല്ലേ? ചാപ്റ്റർ 9 ഇവിടെ ഞാൻ എഴുതിയത് തെറ്റിപ്പോയെ. ദിസ് ഇസ് ചാപ്റ്റർ നമ്പർ 9. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആണ് ചാപ്റ്റർ നമ്പർ 9. സോ ചാപ്റ്റർ നമ്പർ 8, 9, 10 കഴിഞ്ഞു. ഇനിയാണ് വലിയ ചാപ്റ്റർ. ചാപ്റ്റർ 5, ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് FS, വിച്ച് ഇസ് വൗച്ചിങ് വെരിഫിക്കേഷൻ. ഇതിൽ ഒരു സ്ട്രാറ്റജി ആയിട്ട് അതിനടുത്ത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ടെൽ, ബിക്കോസ് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസിൻ്റെ അകത്ത് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, ബോറോയിങ്സ്, ലോൺസ്, അഡ്വാൻസസ്, പർച്ചേസസ്, സെയിൽസ്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ഗുഡ് വിൽ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. അവിടെ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളിത് റെഗുലർ ഫസ്റ്റ് ടൈം പഠിക്കുന്ന സമയത്ത് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചതാണ്. ഈ എക്സാമിൻ്റെ തലേ ദിവസം ലാസ്റ്റ് മിനിറ്റിൽ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് FS, ഓരോ ഐറ്റംസും ആദ്യമായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പഠിക്കാത്തത് നല്ലത്. അത് നടക്കത്തില്ല. അത്രയും മാത്രം കണ്ടന്റ് ഉണ്ട്. ഇത് നമുക്ക് അങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്തിട്ട് എനിക്കിപ്പോൾ എങ്ങനെ പറയാൻ പറ്റും. ഈ നമുക്ക് ക്ലാസ്സിൽ ഫ്രെയിം വർക്ക് ഉണ്ട്. ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഐ ഹാവ് ഗിവൺ യു എ ഫ്രെയിം വർക്ക് ഫോർ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ചാപ്റ്ററിന് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് FS ഈ ചാപ്റ്ററിനകത്ത് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ്. ഫസ്റ്റ്, പക്ക സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ലോ AS ടോപ്പിക്. അപ്പോൾ ഐ ഹോപ്പ് ദാറ്റ് ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതുന്നത് എന്നൊരു അസംഷനിൽ ഓൾറെഡി ലോയിലും അഡ്വാൻസ് അക്കൗണ്ട്സിലും പഠിച്ചിട്ടുള്ള AS ബേസ്ഡ് ആയിട്ടും ലോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഷെയർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, പിന്നെ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, അതിനെ സംബന്ധിക്കുന്ന ലീഗൽ പ്രൊവിഷൻസ്, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റിയുള്ള ക്വസ്റ്റൻസ്, അങ്ങനത്തെ സംഭവം. പിന്നെ അതേപോലെ AS ബേസ്ഡ് ആയിട്ട് ഈ പ്രോപ്പർട്ടി പ്ലാൻ എക്യുപ്മെന്റ്സിന്റെ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ, ഇൻവെന്ററിയുടെ മറ്റേ വാല്യുവേഷൻ റൂൾസ്, കോസ്റ്റ് ഓഫ് ഇൻവെന്ററി വിച്ച് ആ കൺസെപ്റ്റ്, പിന്നെ AS 26 പറയുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ റിസർച്ച് ഫേസിലത്തെ എക്സ്പെൻസിനെ എന്ത് ചെയ്യണം, ഡെവലപ്മെന്റ് ഫേസിലത്തെ എക്സ്പെൻസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ടോപ്പിക്സ്, പിന്നെ ഈ ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ്, അതൊക്കെ എക്സാമിന് ചോദിച്ചുള്ള ടോപ്പിക്സ് ആണ്. ഇതെല്ലാം ഈ ലോയിലും അഡ്വാൻസ് അക്കൗണ്ട്സ് വരുന്ന ടോപ്പിക്സ് ആണ്. സോ ഇത് ഈ ചാപ്റ്ററിൽ ലോയും AS നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യമായിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഫ്രെയിം വർക്ക്, ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള പിള്ളേരാണെങ്കിൽ ആ ഫ്രെയിം വർക്ക് നോക്കിയിട്ട് പോവാം. സോ യെസ്, വൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട് ഇസ് പക്ക AS ലോ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അതെനിക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഏത് വേണേൽ ചോദിക്കാം. ഷെയർ ക്യാപിറ്റലോ, റിസർവ്സോ, ട്രേഡ് റിസീവബിൾസോ, പേയബിൾസോ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസോ, ഏത് ഐറ്റം വേണേൽ ചോദിക്കാം. ബുക്ക് കൈവശം ഉണ്ടെങ്കിൽ ഞാൻ ബുക്കിൽ മാർക്ക് ചെയ്ത് തന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇതിനകത്ത് ചൂസിങ് പരിപാടി നടക്കത്തില്ല അധികം. ഓക്കെ, എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. സോ ദാറ്റ് ഈസ് second type of area. First type of question, direct AS low question. Second type of question, what I write the audit procedures for. അതിലിപ്പോൾ എനിക്കൊന്നും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇത് നോക്കിയിട്ടപ്പോൾ അതേ വരത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ICMET എല്ലാ ടോപ്പിക്സും നമ്മൾ നോട്ട്ബുക്കിലുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് തന്നിട്ട് സാധനങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ട് പോവാം. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, പിന്നെ ഈ പറയുന്ന അതർ ഇൻകംസ്, കമ്പറേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം, ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അമോർട്ടൈസേഷൻ, ഡിപ്രിസിയേഷൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിൽ ഇത് കണ്ടില്ലേ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ പോയിന്റ്സ്, ഇനി 4 പോയിന്റ്സ് പഠിക്കാനുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് പോകാനേ പറയാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് മിനിറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ വേറെ ഒന്നും നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് അത് നോക്കിയിട്ട് പോ എന്നേ എനിക്കിവിടെ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചാപ്റ്റർ നമ്പർ 5 വൗച്ചിങ് വെരിഫിക്കേഷൻ, 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണ്.
ഡയറക്റ്റ് AS ലോ ക്വസ്റ്റ്യൻസ്, ഹൗ വിൽ യു വൗച്ച് ഓർ വെരിഫൈ എന്നും പറയുന്ന ആ നീണ്ട ലിസ്റ്റിലത്തെ കാര്യങ്ങളിൽ ഏത് വേണേ ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഒന്ന് വായിച്ചിട്ട് പോകുന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാണാതെ പഠിക്കാൻ നിൽക്കണ്ട. ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ്, AS ലോ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഹൗ വിൽ യു വൗച്ച് ഓർ വെരിഫൈ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ്, ഷെഡ്യൂൾ 3 വന്നിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സിന്റെ അപ്ഡേറ്റ്സ് ഉണ്ട്. ഒരു 10 നോട്ട്സോളം ഞാൻ തന്നിട്ടുണ്ട്. അത് ലാസ്റ്റ് മിനിറ്റ് പഠിച്ചിട്ടുള്ള, ഒന്നും സമയമില്ല. ലാസ്റ്റ് മിനിറ്റ് ഇഫ് യു ആർ ഇൻ ദ വെരി വേർജ് ആ ഫൈനൽ നിമിഷങ്ങളിൽ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് നോക്കിയിട്ട് പോയിക്കോ. അതൊന്നും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എഴുതാം, അതേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ദിസ് ഇസ് എ ചാപ്റ്റർ വിച്ച് യു കാൺട്ട് ലീവ് ടു ദ ലാസ്റ്റ് ഡേ തുടങ്ങാൻ വേണ്ടി വെക്കരുത്. നമ്മൾ പഠിക്കുന്ന ഓർഡറിൽ പറയുമ്പോൾ ലാസ്റ്റ് പഠിക്കുന്ന ചാപ്റ്ററുകളിലാണ് ഇത് വരുന്നത്. പക്ഷെ പഠിക്കണം. ഇത് ചാപ്റ്റർ പഠിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ചോയ്സ് എടുക്കാൻ നടപടിയാകത്തില്ല. ലാസ്റ്റ് മിനിറ്റിൽ സാറേ ഞാൻ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റത്തിൽ ഏത് നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യനെ കൊണ്ട് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുകിൽ ICI ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ള ആളോട് നീ അത് ചോദിക്കണം, അല്ലെങ്കിൽ ദൈവത്തിനോട് ചോദിക്കണം. അവർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഈ ചാപ്റ്റർ ലാസ്റ്റ് മിനിറ്റാണ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതെങ്കിൽ മറന്നേക്ക്. ഓൾറെഡി പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ഓർഡർ വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റിലേക്ക് ഇത് പഠിക്കുന്നത്. ബട്ട് ദെൻ അങ്ങനെ പഠിച്ചാൽ മതി. പക്ഷേ ഈ പറഞ്ഞല്ലോ AS ക്വസ്റ്റ്യൻസും ലോ ക്വസ്റ്റ്യൻസും ഇവിടെ വരുന്നുണ്ട്. ലോ പഠിച്ചിട്ട് കുട്ടികൾക്കും AS പഠിച്ചിട്ട് കുട്ടികൾക്കും അത് എളുപ്പമാണ്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമുക്ക് ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. ആ ഫ്രെയിംവർക്ക് വെച്ചിട്ട് ഞാൻ മാർക്കറ്റിലുള്ള ടോപ്പിക്സ് പഠിക്കുക, ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് എല്ലാം പഠിക്കുക. ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് നോക്കിയിട്ട് പോയിക്കോ, ഞാൻ ഫ്രെയിംവർക്ക് ഒക്കെ നോക്കിയിട്ട് പോയിക്കോ. കാരണം AS ലോയോ ഏതാണെന്ന് വെച്ച് നിങ്ങൾ റിവൈസ് ചെയ്യുന്നത്, ഏതാ നോക്കുന്നത്, അതൊക്കെ ലോയിലും അക്കൗണ്ട്സിലും നന്നായി പഠിച്ചിട്ടുണ്ട്. അത് ചോദിച്ചാൽ എഴുതാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾ പോയി എഴുതുക, അത്ര തന്നെ. പിന്നെ വേറെ സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നും ഈ MCQസും കേസ് സ്റ്റഡീസ് ഒക്കെ വരുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അവരൊരു ഇപ്പോൾ നിങ്ങൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ഓഡിറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്റ്ററിലത്തെ ഓരോ പേരും ചെക്ക് ചെയ്തു, ഒന്നും മിസ്സായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി. അവിടെ ഏത് അസേഷനാണ് ഓഡിറ്റർ കൺഫേം ചെയ്യുന്നത്, കംപ്ലീറ്റ്നെസ്. ഒരു അസറ്റ്, പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെന്റ് കമ്പനിയുടെ പേരിൽ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ ടൈറ്റിൽ ഡീഡ്സ് എടുത്ത് നോക്കി അവിടെ ഏത് അസേഷനാണ് ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നത്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ. അപ്പോൾ അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള അസേഷൻസിനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേസ് സ്റ്റഡീസിലും ഈ പറയുന്ന MCQസിലും ഇവർ ICI മെറ്റീരിയലിൽ പോലും വരുന്ന MCQസ്. സോ ഒരു കാര്യം ചെയ്യുക, ഈ ചാപ്റ്ററിന് വൗച്ചിങ് വെരിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് വരുന്ന സമയത്തെങ്കിൽ സെപ്റ്റംബർ 24 May 24 ഉള്ള RTP ക്വസ്റ്റ്യൻസ് നോക്കണം. സെപ്റ്റംബർ 24 പ്ലസ് May 24 RTP ക്വസ്റ്റ്യൻസ്. RTP ചാപ്റ്റർ വൈസ് ആണല്ലോ കൊടുക്കുന്നത്. ഓൾസോ Jan 25 അറ്റംപ്റ്റിന്റെയും RTP വന്നു കഴിഞ്ഞാൽ RTPയിലത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. RTPയിലത്തെ ക്വസ്റ്റ്യൻസ് അത്രയും ആവുമല്ലോ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ വേണ്ടിയിട്ട്. ഓക്കെ, സെപ്റ്റംബർ 24, May 24, Jan, ഈ 3 RTPയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിന് അതെന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ എന്തോ ഒരു പോയിന്റ് കൂടി പെട്ടെന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു, പെട്ടെന്ന് മിസ്സായിപ്പോയി. ICI മെറ്റീരിയലിൽ ICI മൊഡ്യൂൾ 1 ഈ ചാപ്റ്റർ നിൽക്കുന്നത്. ICIയിലത്തെ നമ്മുടെ ചാപ്റ്റർ 5 ഉണ്ടല്ലോ, ചാപ്റ്റർ 5 നിൽക്കുന്നത്. ഇത് മൊഡ്യൂൾ 1 ചാപ്റ്റർ. അതിന്റെ ബാക്കിലത്തെ ഇലിസ്ട്രേഷൻസ്, ഈ ICI സ്റ്റഡി മെറ്റീരിയൽ ഏറ്റവും ബാക്കിൽ കുറച്ച് ഇലിസ്ട്രേഷൻസും MCQസും കൊടുക്കുന്നുണ്ടാവുമല്ലോ, ആ MCQs കൂടി നോക്കാം. 3 RTP ഇൻക്ലൂഡിംഗ് ദ ലേറ്റസ്റ്റ് RTP, ICI സ്റ്റഡി മെറ്റീരിയലത്തെ ബാക്കിലത്തെ ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് മിനിറ്റിൽ അതേ നടക്കത്തുള്ളൂ. ഈ ചാപ്റ്റർ ലാസ്റ്റ് മിനിറ്റിലൊക്കെ പിടിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ മാർക്ക് ചെയ്ത് തന്നാൽ പോലും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ പോകാനുള്ള വകുപ്പുണ്ട്. ലാസ്റ്റ് മിനിറ്റ്, ലാസ്റ്റ് ഡേ ഓഫ് ദി എക്സാം, ഐ കാൺട്ട് ലെറ്റ് യു വേസ്റ്റ് ദാറ്റ് മച്ച് ടൈം ഫോർ ദിസ് ഏരിയ. കുറേയൊക്കെ നിങ്ങൾക്ക് ആ ഫ്രെയിംവർക്ക് പഠിച്ചിട്ട് കുട്ടിയാണെങ്കിൽ അത് എഴുതാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ കുറേയൊക്കെ AS ലോയിലത്തെ ടോപ്പിക്സ് ഓൾറെഡി പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. സോ യെസ്, ലാസ്റ്റ് മിനിറ്റിൽ ഇത് നോക്കിയാൽ മതി. വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ദിവസം, പരീക്ഷ തലേ ദിവസം പിടിച്ചിട്ട് ഈ ചാപ്റ്റർ ഇൻഡെപ്റ്റ് ആയിട്ട് നോക്കാൻ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യും. അവസാനം ബാക്കി പഠിച്ച ചാപ്റ്റേഴ്സ് കൂടി കുളമായി പോകും. സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. ഇങ്ങനെ നോക്കിയിരുന്നാൽ ഓക്കെ. ദാറ്റ് ഈസ് നമ്മുടെ ഈ ചാപ്റ്റർ നമ്പർ 5 കഥ. ദാറ്റ് ബ്രിങ്സ് us to the last final topic which is chapter number 3, risk assessment and internal control topics. Chapter number 3. Chapter number 3 ഓഡിറ്റ് റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ കോമ്പണൻസ്,
മറ്റേ ROMM ഇൻറ്റു ഡിറ്റക്ഷൻ റിസ്ക്. ROM എന്ന് വെച്ചാൽ IR-ഉം CR-ഉം കൂടി ചേർന്നാണ് ആ ടോപ്പിക്സ്. അതൊന്ന് നോക്കി വെക്കുക. സിഗ്നിഫിക്കൻറ്റ് റിസ്കിൻ്റെ ഒരു ഏരിയ ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് റിസ്കിൻ്റെ ഏരിയ അത് പഠിക്കണം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓഡിറ്റേഴ്സ് ROMM is going to be high for significant non-routine transactions. അതിൻ്റെ എക്സാമ്പിൾസ് ROMM is very high for significant എസ്റ്റിമേഷൻസ് ആൻഡ് അസംഷൻസ് ഇൻവോൾവ്, അത്തരം അതിൻ്റെ എക്സാമ്പിൾസ്. അങ്ങനെ കുറച്ച് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് നമ്മളുടെ ഞാൻ മെറ്റീരിയലിൽ ഒരു തിയറി തന്നിട്ടുണ്ടാവും. ഇറ്റ് വിൽ ബി ഇൻ ദ വെരി ബിഗിനിങ്. S330 ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. കാണിച്ചു തരാം. നമ്മുടെ ഓഡിറ്റ് റിസ്കിൻ്റെ തിയറി ഒന്ന് പഠിച്ചോളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ഓഡിറ്റ് റിസ്ക് എന്ന് വെച്ചാൽ അസേർഷൻ, ഈ ROMM അസേർഷൻ റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്, ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് വാട്ട് ഈസ് മിസ്സ്റ്റേറ്റ്മെന്റ്, എക്സാമ്പിൾസ് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ്, ROMM എന്താണ്, ROMM എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഹൗ ടു ഐഡന്റിഫൈ ROMM, പിന്നെ സിഗ്നിഫിക്കൻറ്റ് റിസ്ക്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ യെസ്, ഓഡിറ്റ് റിസ്ക്, സിഗ്നിഫിക്കൻറ്റ് റിസ്ക്, ഹൗ ടു ഐഡന്റിഫൈ ROMM, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ആൻഡ് കമ്മിങ് ടു SA315, റിസ്ക് അസസ്മെന്റ് ഉണ്ട്. SA315ത്തെ ഓഡിറ്റ് റിസ്കിന്റെ കാര്യങ്ങളും റിസ്ക് അസസ്മെന്റും ഇന്റേണൽ കൺട്രോളും, അതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു സ്കോപ്പ്. SA315ന്റെ അകത്ത് RAP ഉണ്ടല്ലോ. നമ്മുടെ SA315ത്തെ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ്, എൻക്വയറി, ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, അൾട്ടിമേറ്റ് പ്രൊസീജിയർ. ഈ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സിൽ എൻക്വയറി എന്നൊരു സംഭവം ഉണ്ടല്ലോ, എൻക്വയറി. ആ എൻക്വയറി ആരോടൊക്കെയാണ് ചെയ്യുന്നത് എന്നൊരു ടോപ്പിക് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏതൊക്കെ ആൾക്കാരോടാണ് നമ്മൾ എൻക്വയറി ചെയ്യേണ്ടത് എന്ന് 315 പറയുന്നുണ്ട്. അവിടുത്തെ ഇന്റേണൽ ഓഡിറ്റേഴ്സ്, പിന്നെ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ, ലീഗൽ ഡിപ്പാർട്ട്മെന്റ്, റിസ്ക് മാനേജേഴ്സ്, സെയിൽസ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനത്തെ ആ എൻക്വയറീസ്, സ്പെസിഫിക് എൻക്വയറീസ് അത് നോക്കി വെച്ചോളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവയൺമെന്റ്, SA315 പറയുന്ന SA315 തന്നെ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവയൺമെന്റിന്റെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവയൺമെന്റിലത്തെ ആ ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കാനുള്ള എലമെന്റ്സ്, ഈ റെലവെന്റ് ഇൻഡസ്ട്രി, റെഗുലേറ്ററി ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഈ ഇൻഡസ്ട്രി ഫാക്ടേഴ്സ് വെച്ചാൽ എന്തൊക്കെയാണ്, റെഗുലേറ്ററി ഫാക്ടേഴ്സ് വെച്ചാൽ എന്തൊക്കെയാണ്, ആൻഡ് പിന്നെ ഈ അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും, പിന്നെ എക്സാമ്പിൾസ് ഓഫ് മാറ്റേഴ്സ് ദാറ്റ് ദി ഓഡിറ്റർ വിൽ കൺസിഡർ ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദി നേച്ചർ ഓഫ് ദി എൻറ്റിറ്റി. നേച്ചർ ഓഫ് ദി എൻറ്റിറ്റി മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള പോയിന്റ്സ്, നേച്ചർ ഓഫ് ദ എൻറ്റിറ്റി മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള പോയിന്റ്സ്, അതായത് അതിൻ്റെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ദേ ഡൂയിങ്, സോഴ്സ് ഓഫ് ഫിനാൻസ് ദേ ആർ ഗെറ്റിംഗ്, ദ സെലക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ദേ ആർ മേക്കിംഗ്, ആ ഒരു പോയിന്റ്സ് ഉണ്ട്. അത് കുറച്ച് അത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ബിസിനസ് റിസ്ക്, എക്സാമ്പിൾസ് ഓഫ് മാറ്റേഴ്സ് ദി ഓഡിറ്റർ മേ കൺസിഡർ വെൻ ഒബ്റ്റൈനിങ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ എൻറ്റിറ്റീസ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് ബിസിനസ് റിസ്ക്. എൻറ്റിറ്റീസ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് ബിസിനസ് റിസ്ക്, അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നോക്കി വെച്ചോളൂ. യെസ്, ദാറ്റ് ഇസ് ഇറ്റ്. Now coming to SA330, SA330ക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ factors that affect the nature, timing, extent of test of controls, അത് നോക്കി വെക്കുക. പിന്നെ എൻക്വയറി ഇസ് നോട്ട് സഫീഷ്യൻറ്റ്, എൻക്വയറിയുടെ കൂടെ റീപെർഫോമൻസ് കൂടി ക്ലബ് ചെയ്യണം. ആ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസിങ് ഓഡിറ്റ് എവിഡൻസ് ഇൻ പ്രീവിയസ് ഓഡിറ്റ്സ്, അത് നോക്കി വെച്ചോളൂ. റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷെ പോസിബിൾ എക്സാം ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ആ ഒരു ടോപ്പിക്ക് മാത്രം, യൂസിങ് ഓഡിറ്റ് എവിഡൻസ് ഇന്റേണൽ കൺട്രോളിനെ സംബന്ധിക്കുന്ന, ഇന്റേണൽ കൺട്രോളിന്റെ പ്രവർത്തനത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ്, യൂസിങ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റൈൻഡ് ഫ്രം പ്രീവിയസ് ഇയേഴ്സ് എൻഗേജ്മെന്റ്, ആ ഒരു ടോപ്പിക്ക് നോക്കി വെക്കുക. പിന്നെ എന്തൊക്കെയാണ് ഈ ഡീവിയേഷൻസ് കണ്ടെത്തിയാലുള്ള സ്പെസിഫിക് എൻക്വയറീസ്, വാട്ട് ആർ ദ സ്പെസിഫിക് എൻക്വയറീസ് യു ഹാവ് ടു മേക്ക് വെൻ ഡീവിയേഷൻസ് ആർ ഫൗണ്ട്,
ഇൻ ദ ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോളിൽ ഡീവിയേഷൻസ് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ഈ പറയുന്ന സ്പെസിഫിക് എൻക്വയറീസ് ചെയ്യണം. ഈ 3 ടോപ്പിക്സ് 330 നിന്നും 315 നിന്ന് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടുള്ള എൻക്വയറീസ് ആരോടൊക്കെയാണ്, ഈ എൻറ്റിറ്റി ആൻഡ് എംഎംഎൽത്തെ ഇൻഡസ്ട്രിയൽ റെഗുലേറ്ററി എക്സൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നേച്ചർ ഓഫ് എൻറ്റിറ്റി എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, എൻറ്റിറ്റീസ് ഒബ്ജക്റ്റീവ്സ് വിഷൻ മിഷൻ ഗോൾസിന്റെ ടോപ്പിക് എന്താണ്, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. ഓക്കെ ആണോ? നൗ കമ്മിങ് ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഏരിയ വിച്ച് ഇസ് യുവർ ഇന്റേണൽ കൺട്രോൾ. നമ്മുടെ മെറ്റീരിയലത്തെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ക്ലാസ്സിലും റെഗുലർ ബാച്ചിലൊക്കെ ഏറ്റവും ലാസ്റ്റ് പഠിപ്പിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഇന്റേണൽ കൺട്രോൾസ്. ഇന്റേണൽ കൺട്രോളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള സാധനം ഇന്റേണൽ കൺട്രോൾ നൗ ഓൾസോ ഇൻക്ലൂഡ്സ് ഓഡിറ്റ് ഇൻ ഓട്ടോമേറ്റഡ് എൻവയൺമെന്റ്. ഓക്കെ, ഓഡിറ്റ് ഇൻ ഓട്ടോമേറ്റഡ് എൻവയൺമെന്റ് എന്നുള്ള ഏം കൂടി ഉണ്ട്. ഇന്റേണൽ കൺട്രോളിൽ ഐ വാണ്ട് യു ടു സ്റ്റഡി ദ ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ ചാപ്റ്ററിൽ നിന്നും ലാസ്റ്റ് ഡേ റിവിഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, ഇന്റേണൽ കൺട്രോളിൽ നിന്നും ലാസ്റ്റ് മിനിറ്റ് ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ പഠിക്കുക. ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കോമ്പണൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ. കോമ്പണൻസ് ഓഫ് ഇന്റേണൽ കൺട്രോളിൽ തന്നെ 2 കോമ്പണൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൺട്രോൾ എൻവയൺമെൻറ്റ്. കൺട്രോൾ എൻവയൺമെൻറ്റിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ എലമെൻറ്റ്സ്, അത് കൺട്രോൾ എലമെൻറ്റ്സ് ഓഫ് കൺട്രോൾ എൻവയൺമെൻ്റ് ഒക്കെ ഒരു 6-7 പോയിന്റ്സ് ഉണ്ട്. മിനിമം 4-5 പഠിച്ചു വയ്ക്കുക. അതേപോലെ ഈ ഇൻഫർമേഷൻ സിസ്റ്റം റെലവൻറ്റ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇൻഫർമേഷൻ സിസ്റ്റം റെലവൻറ്റ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, ആ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റി എന്തൊക്കെ ചെക്ക് ചെയ്യണം, അതും സ്റ്റഡി ഇനി 3 to 4 പോയിന്റ്സ് മിനിമം പഠിച്ചു വയ്ക്കുക. പിന്നെ നോക്കേണ്ടത് ബെനിഫിറ്റ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഇവാലുവേഷൻ, അതൊന്ന് പഠിച്ചു വെച്ചോ. ബെനിഫിറ്റ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഇവാലുവേഷൻ. ബെനിഫിറ്റ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഇവാലുവേഷൻ ഇസ് എ വെരി ഹോട്ട് ടോപ്പിക്. അത് നോക്കി വെക്കുക. അതൊക്കെ തന്നെ ഒരു 7-8 പോയിന്റ്സ് ഉണ്ട്. മിനിമം 5 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. ചോദിക്കുന്ന ഏരിയാസ് ആണ്. ടൂൾസ്, ഇന്റേണൽ കൺട്രോൾ ഇവാലുവേഷൻ ആവശ്യമായിട്ടുള്ള ടൂൾസ് ഫോർ ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ, ദാറ്റ് ഈസ് എ വെരി ഹോട്ട് ടോപ്പിക്. അത് എന്തായാലും വായിച്ചു വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ടൂൾസ് ഫോർ ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് എന്തായാലും പഠിച്ചിക്കണം. മറ്റേ ചെക്ക് ലിസ്റ്റ്, ICQ, ക്വസ്റ്റ്യനർ ICQ ഓൺലി, നാരേറ്റീവ് റെക്കോർഡ്സ്, ഫ്ലോ ചാർട്ട്, ആ 4 മെത്തേഡ്സ് നന്നായി പഠിച്ചോ. ഫ്രീക്വൻറ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റൻ ആണ്, ഞാൻ ക്ലാസ് റൂമിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇന്റേണൽ ഓഡിറ്റിന്റെ ആപ്ലിക്കബിലിറ്റി പഠിച്ചു വെച്ചോളൂ. ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ ആപ്ലിക്കബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള MCQs ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ ആപ്ലിക്കബിലിറ്റി, ഏതൊക്കെ കമ്പനീസിലാണ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് വരിക, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 138. പിന്നെ സാറ്റിസ്ഫാക്ടറി കൺട്രോൾ എൻവയൺമെന്റ് ഇസ് നോട്ട് ആൻ അബ്സൊല്യൂട്ട് ഡിറ്ററന്റ് ഫോർ, അതൊരു തവണ പഴയ സിലബസിൽ ട്രൂ ഓർ ഫോൾസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ ഓവറോൾ സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റർ ഡസ് നോട്ട് ചേഞ്ച് ഈവൻ ഇൻ എ CIS എൻവയൺമെന്റ്, അതും ഒരു RTPയിലും പാസ്റ്റ് എക്സാമിലൊക്കെ പണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. മെയിൻ പഠിത്തത്തിൽ ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പിന്നെ കമ്മിങ് ടു ഓട്ടോമേറ്റഡ് എൻവയൺമെന്റ്, വാട്ട് ആർ സിറ്റുവേഷൻസ് ഇൻ വിച്ച് IT ഇസ് റിലവൻറ്റ്. ഓക്കെ, ഓട്ടോമേറ്റഡ് എൻവയൺമെന്റ് എന്നുള്ള ടോപ്പിക്കിൻ്റെ അകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. അതിൻ്റെ അകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ സിറ്റുവേഷൻസ് വെയർ IT ഇസ് റെലവൻറ്റ്. സിറ്റുവേഷൻസ് വെയർ IT ഇസ് റെലവൻറ്റ്, അത് നോക്കിക്കോളൂ. സിറ്റുവേഷൻസ് വെയർ IT ഇസ് റെലവൻറ്റ്, അത് നോക്കിയിട്ട് പോവുക. ഒരു 5 പോയിന്റ് ഉണ്ട്. അപ്പോൾ 5 പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു രൂപത്തിൽ നിൽക്കുന്ന സംഭവമാണ്. പിന്നെ ഓട്ടോമേറ്റഡ് എൻവയൺമെന്റിനെ പറ്റി മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഓട്ടോമേറ്റഡ് എൻവയൺമെന്റിൽ അല്ലെങ്കിൽ എൻവയൺമെന്റിനെ അനലൈസ് ചെയ്യാനായിട്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, ആ ലിസ്റ്റിലത്തെ പോയിന്റ്സ് അത് നോക്കുക. അതൊക്കെ മിനിമം ഒരു 4-5 ചോദിക്കുക. പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ ആണ് കേട്ടോ. പിന്നെ റിസ്ക് അറൈസിംഗ് ഫ്രം ഓട്ടോമേറ്റഡ് എൻവയൺമെന്റ്സ്, ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. റിസ്ക് അറൈസിംഗ് ഫ്രം ഓട്ടോമേറ്റഡ് എൻവയൺമെന്റ്സിൽ വരാവുന്ന റിസ്കുകൾ എന്തൊക്കെയാണ് അത് നോക്കി വെക്കുക. ഇമ്പാക്റ്റ്, ഇത് May 24 റീസെൻ്റ് ആയിട്ട് ചോദിച്ചോളാം. ഇത് നമുക്ക് കുറച്ച് പണിയാവും ഈ ചാപ്റ്റർ. നിങ്ങൾ നോക്കേണ്ട പല കുട്ടികൾക്കും ഈ ITയും ഓട്ടോമേഷൻ വരുമ്പോൾ നോക്കാനൊരു ഒരു അലസതയാണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ് ഇതൊക്കെ. നമുക്ക് നോക്കാതെ പോകരുത്. September 25 ഈ ഏരിയയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഏത് ഈ പറയുന്ന ഓട്ടോമേറ്റഡ് എൻവയൺമെന്റ് എന്നൊക്കെ. ദാറ്റ് മേക്സ് അസ് ദാറ്റ്
brings it very important for the Jan 25 attempt. ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഇമ്പാക്ട് ഓഫ് IT റിസ്ക് May 24 ചോദിച്ചു. ഇമ്പാക്ട് ഓഫ് IT റിസ്ക് ഓഡിറ്റിൻ്റെ റിപ്പോർട്ടിങ്ങിനെ എങ്ങനെ ബാധിക്കും, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെ ബാധിക്കും, TOC എങ്ങനെ ബാധിക്കും, അങ്ങനെ ഇമ്പാക്ട് ഓഫ് IT സ്പെസിഫിക് റിസ്ക് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് കൺട്രോൾ, ജനറൽ IT കൺട്രോൾസ്, ആപ്ലിക്കേഷൻ കൺട്രോൾസ്, IT ഡിപ്പെൻഡൻറ്റ് കൺട്രോൾസ്, അതിൻ്റെയൊക്കെ ലോജിക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ ജനറൽ IT കൺട്രോൾസിൻ്റെ അകത്തൊക്കെ കുറേ ഈ എലമെൻറ്റ്സ് ഉണ്ട്. ഡാറ്റാ സെൻറ്റർ നെറ്റ്വർക്ക് കൺട്രോൾസ്, പ്രോഗ്രാം ചേഞ്ച് മാനേജ്മെൻറ്റ്, ആക്സസ് സെക്യൂരിറ്റി കൺട്രോൾസ്, ആപ്ലിക്കേഷൻ സിസ്റ്റം ഡെവലപ്മെൻറ്റ്, അക്വിസിഷൻ, മെയിൻ്റനൻസ്. ആ പേരുകളെങ്കിലും പഠിച്ചു വയ്ക്കുക. അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊന്നും വായിച്ചിട്ട് വരും. അത് പ്യൂർലി കട്ട തിയറിയാണ്, IT തിയറിയാണ്, കമ്പ്യൂട്ടർ തിയറിയാണ്. അതൊന്നും ലാസ്റ്റ് മിനിറ്റ് ഒന്നും വായിച്ച സമയം കളയല്ലേ. ജസ്റ്റ് പേരുകൾ മാത്രം നോക്കി വെച്ചാൽ മതി. ഞാനിവിടെ ഇപ്പോൾ ലിസ്റ്റ് പോലും അതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ടല്ലോ, അതൊന്ന് നോക്കിക്കോ ലാസ്റ്റ് മിനിറ്റ്. അത് സിമ്പിൾ തിയറിയാണ്. ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഇൻ ഓട്ടോമേറ്റഡ് എൻവയോൺമെന്റ്, അതൊന്ന് സിമ്പിൾ. കാരണം എൻക്വയറി മാത്രം പോരാ. എൻക്വയറി ഏറ്റവും സമയം ലാഭിക്കുന്നത് എൻക്വയറിയാണ്, ഏറ്റവും ടൈം എടുക്കുന്നത് റീപെർഫോമൻസ് ആണ്. അപ്പോൾ എല്ലാത്തിനും കൂടി കോമ്പിനേഷനിൽ എന്തായിരിക്കും എഫക്റ്റീവ്? അപ്ലൈയിങ് എൻക്വയറി അലോങ് വിത്ത് ഇൻസ്പെക്ഷൻ ഗിവ്സ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ്. അപ്പോൾ MCQ പോയിന്റ് ഓഫ് വ്യൂല് ഈ ടെസ്റ്റിംഗ് മെത്തേഡ്സിന് കുറച്ച് തിയറി വരാൻ ചാൻസ് ഉണ്ട്, അത് നോക്കുക. മാനുവൽ കൺട്രോൾസ് വേഴ്സസ് ഓട്ടോമേറ്റഡ് കൺട്രോൾസ്, അത് ഈ എക്സാമിനൊന്ന് നോക്കിക്കോളൂ. മാനുവൽ കൺട്രോൾസ് വേഴ്സസ് ഓട്ടോമേറ്റഡ് കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. ദാറ്റ് ഇസ് കൺസിഡേർഡ് ഫെയർലി ഇമ്പോർട്ടൻറ്റ്. അതൊന്ന് നോക്കുക. പോസിബിൾ എക്സാം ക്വസ്റ്റൻ ആണ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് എൻറ്റിറ്റി മാനുവൽ കൺട്രോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് എൻറ്റിറ്റി ഈ പറയുന്ന ഓട്ടോമേറ്റഡ് കൺട്രോൾസ് യൂസ് ചെയ്യേണ്ടത്, അത് ഒന്ന് നോക്കി വെച്ചോളൂ. ദാറ്റ് ക്യാൻ ബി എ ടോപ്പിക്. ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ അനലിറ്റിക്സ് September 25 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡേറ്റ അനലിറ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, അത് നോക്കി വെച്ചോ. അത് എക്സാമിന് ഇപ്പോൾ September 25 ചോദിച്ചു എന്ന് വെച്ചിട്ട് Jan 25 September 24 ചോദിച്ചു എന്ന് വെച്ചിട്ട് Jan 25 ചോദിക്കാതിരിക്കാൻ ചാൻസ് ഇല്ല. September 24 ഡിസ്ക്രിപ്റ്റീവിൽ ചോദിച്ചു, അപ്പോൾ വേണമെങ്കിൽ ജാനുവരിയിൽ അവർക്ക് MCQയിൽ ചോദിക്കാം. അങ്ങനെയൊക്കെ അവർ ചെയ്യും. ഡേറ്റ അനലിറ്റിക്സ് ഇസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അത് നിങ്ങൾ പഠിച്ചോ. ഏത് അറ്റംപ്റ്റിലാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഇപ്പോൾ Jan 25 വേണ്ടിയിട്ടല്ല, May 25 ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആവാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. ഡിജിറ്റൽ ഓഡിറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഡിജിറ്റൽ ഓഡിറ്റ്, അതൊക്കെ ചുമ്മാ വായിച്ചാൽ മതി. IFC ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ്, ഇത് May 24 സെപ്റ്റംബറിലും ചോദിച്ചിട്ടുണ്ട്. May 24 May 24 ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ ചോദിച്ചു 4 മാർക്കിന്. ആൻഡ് September 24 ഇത് ബേസ്ഡ് ആയിട്ടുള്ള MCQ വന്നു. Jan 25 നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. കമ്പനി സെക്ടറിൽ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസിനെ സംബന്ധിക്കുന്ന കമ്പനീസ് ആക്ടിലത്തെ റെഫറൻസസ് എവിടെയൊക്കെയാണ്? 4 സെക്ഷൻസ് ഇവിടെ. അതിൽ 2-3 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള. സെക്ഷൻ 134 നിങ്ങൾ ലോയിൽ പഠിക്കുന്നതാണ്, ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. 143 സെക്ഷൻ 3 9ാമത്തെ ക്ലോസ് നമ്പർ ആയി ഏതാ ഓഡിറ്റ് റിപ്പോർട്ട്. 143 സെക്ഷൻ 3 ഡ്യൂട്ടി റിപ്പോർട്ടിനകത്ത് നമ്മൾ പഠിക്കുന്ന സംഭവമാണ്. ഈ 177 149 മാത്രമേ നിങ്ങൾക്ക് ചെറിയ പുതുമ ഉണ്ടാകത്തുള്ളൂ. അതിൽ തന്നെ 177 നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു പവർ ഈ പറയുന്ന they shall do evaluation of the internal financial controls. പിന്നെ 149 subsection 8 ഇൻഡിപെൻഡന്റ് ഡയറക്ടർമാർ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഈ ഇന്റർമീഡിയറ്റ് ലെവൽ അതില്ല, ഫൈനൽ ലെവലിലെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർമാരെ പറ്റി പഠിക്കാനുള്ളൂ. ബട്ട് ഇൻഡിപെൻഡന്റ് ഡയറക്ടർമാരുടെയും ഒരു റോള് എന്ന് വെച്ചാൽ ഈ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസിന്റെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ ആയിട്ട് സംബന്ധിച്ചിട്ടാണ്. ഇങ്ങനെ 4 സെക്ഷൻസിലാണ് ഈ IFC എന്നൊരു കൺസെപ്റ്റ്. ഇറ്റ്സ് ബേസിക്കലി എ ഫോറിൻ കൺസെപ്റ്റ്. അതൊരു ഫോറിൻ കൺസെപ്റ്റ് ആണ്. അതിന്റെ ചരിത്രവും കഥയൊക്കെ ഞാൻ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അത് അത്രയേ ഉള്ളൂ. ഈ ഒരു 4 സെക്ഷൻസ് എങ്കിലും ആ പേരുകളെങ്കിലും ഓർത്ത് വയ്ക്കുക. ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ചാപ്റ്റർ നമ്പർ 3 നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ടോപ്പിക്സ്. ഇതാണ് നമ്മുടെ ഫുൾ. അപ്പോൾ സ്റ്റഡി പ്ലാൻ 2 is finished here, is getting finished here. സ്റ്റഡി പ്ലാൻ 1-ലും 2-ലും ആയിട്ട് I think I have explained the most important core topics in all the 11 chapters. Now exemption ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ മറ്റ് ചില ആഡഡ് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. സെലക്റ്റീവ് സ്റ്റഡി പാടില്ല. ഈ 11 ചാപ്റ്ററിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ചാപ്റ്റർ സ്കിപ്പ് ഔട്ട് ചെയ്ത് ചില ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുക. ആ ഒരു അപ്രോച്ച് വിട്ടേക്ക് ഓഡിറ്റിംഗ് നടക്കില്ല. ഓക്കെ, ഓഡിറ്റിംഗ് നടക്കില്ല. മേ ബി അഡ്വാൻസ് അക്കൗണ്ട്സിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ, അമാൽഗമേഷൻ പോലത്തെ ചാപ്റ്റേഴ്സ് മേ ബി ഒരെണ്ണം ചോയ്സിൽ വിട്ടാൽ അത് പഠിക്കണ്ട. അങ്ങനെയൊക്കെ ചില കുട്ടികൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഓൾദോ ഞാൻ അതും അഡ്വക്കേറ്റ് ചെയ്തില്ല. ഓഡിറ്റിംഗിൽ അതുപോലും പറ്റത്തില്ല. ഓക്കെ, ഓഡിറ്റിംഗിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോയ്സിന് വിട്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് 12 മാർക്കും
16 മാർക്കിന്റെയും ഒരു സിംഗിൾ ക്വസ്റ്റൻ അല്ലല്ലോ, 4 മാർക്കിന്റെ ഡിഫറെന്റ് 3-4 മാർക്കിന്റെ ക്വസ്റ്റൻസിന്റെ കോമ്പിനേഷൻ അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ്, എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് കവർ ആണ്. ഓക്കെ, എവറി ക്വസ്റ്റ്യൻ വിൽ കണ്ടെയ്ൻ 2-3 പാർട്സ്, സബ് പാർട്സ്. ക്വസ്റ്റൻ നമ്പർ 1 4 പാർട്സ്, ക്വസ്റ്റൻ നമ്പർ 2 4 പാർട്സ്. അങ്ങനെ വരുമ്പോൾ ദേ കവറിങ് മാക്സിമം ഏരിയ. സെലക്റ്റീവ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. നിങ്ങൾക്ക് പാസ് ആവാനും എക്സംഷൻ പോയിട്ട് പാസ് ആവാനുള്ള പോസിബിലിറ്റി പോലും ഡിം ആയിട്ട് മാറും. സോ ഡോണ്ട് എവർ ഗോ ഫോർ സെലക്റ്റീവ് സ്റ്റഡി. ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. ലാസ്റ്റ് മിനിറ്റ് ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും നോക്കി പോകാനാണ് ആ ചാപ്റ്ററിന്റെ അകത്തുള്ള ഏറ്റവും ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ തന്നേക്കുന്നത്. ബട്ട് എക്സമിഷന് വേണ്ടി പഠിക്കുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് റൗണ്ട് ഓഫ് സ്റ്റഡി എപ്പോഴും 100% കവർ ചെയ്യാം. പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് ട്രൈ ടു അറ്റൻഡ് മാക്സിമം ക്വസ്റ്റ്യൻസ്. ഒരിക്കലും ഒരു എക്സാം ഹാളിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യുന്നത് ഇറ്റ് മസ്റ്റ് ബി വെരി ബിഗ് പ്രയോറിറ്റി ഫോർ യു. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. എൻ്റെ കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള പിള്ളേർ എല്ലാവരും ഞാൻ ഈ പറയുന്ന സെൻറ്റൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ എല്ലാ ബാച്ചിലും പറയുന്ന സംഭവമാണ്. ആൻ അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് എ സൂയിസൈഡ് നോട്ട് ടു യുവർ ഓൺ മാർക്സ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ മാർക്സിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ അൺഅറ്റൻഡ് ആയിട്ട് വിടുമ്പോൾ. സാറേ അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എടേ നീ ആദ്യം ഈ റീഡിങ് ടൈമിൽ തന്നെ തീരുമാനിക്കുമല്ലോ ഏതൊക്കെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്, ഏതാണ് ചോയ്സ് ഇടുന്നത് എന്നൊക്കെ തീരുമാനിക്കുമല്ലോ. അങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ എക്സാം എഴുതി ഓഡിറ്റിങ്ങിനൊന്നും അങ്ങനെ സമയം കിട്ടാതെ വരുന്ന പോസിബിലിറ്റീസ് വളരെ റെയർ ഒക്കറൻസാണ്. അഡ്വാൻസ് അക്കൗണ്ട്സിനൊക്കെ എക്സാമിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ബട്ട് ഈ ഇതിൽ ഓഡിറ്റിങ്ങിലൊന്നും അങ്ങനെ വരാറില്ല. സമയം വല്ലതും അധികമായിട്ട് വന്നാലേ ഉള്ളൂ. നിങ്ങളൊരു 4:15 4:30 4:45 ഒക്കെ ആയിട്ട് എഴുതി തീർന്നു വിചാരിച്ചോ. 4:45 തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 15 മിനിറ്റ് വെറുതെ മാനത്ത് നോക്കി നിൽക്കാണ്ട് ചില കുട്ടികളുണ്ട് എഴുതി കഴിഞ്ഞിട്ടുള്ള ഫുൾ ആൻസേഴ്സ് വീണ്ടും വായിക്കും. ആ പത്രപാരായണം നടത്തുന്ന സ്വഭാവമൊക്കെ നിർത്തുക. അതൊക്കെ നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അട്ടർ ബ്ലണ്ടർ എഴുതി വെക്കാണ്ടിരിക്കാനായിട്ടും അത് അങ്ങനത്തെ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസും ടീച്ചർമാരും പറഞ്ഞിരുന്നതാണ്. ആൻസർ പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് വായിച്ചിട്ട് നോക്കിയിട്ട് വേണം കൊടുക്കാനൊക്കെ. നിങ്ങൾ ഇത്രയും പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഇനി 2 മണിക്കൂർ കൊണ്ടും നിങ്ങളിപ്പോൾ എഴുതിയ സാധനം 3 മണിക്കൂർ നിങ്ങൾ എഴുതിയ സാധനം പിന്നെ വീണ്ടും ഫുൾ വായിച്ചൊന്നും സമയം കളയണ്ട. എക്സാം എഴുതി കഴിഞ്ഞാൽ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസിനും ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ നോക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും അറിയാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ എഴുതാതെ പോയിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. സാറേ അറിയില്ലല്ലോ പിന്നെ എന്നിട്ട് യു ജസ്റ്റ് സിംപ്ലി അറ്റൻഡ് എന്തെങ്കിലും എഴുതി വെച്ചോ. നീ എഴുതുന്ന പോയിന്റിൽ ഏതെങ്കിലും ഒരു ചിലപ്പോൾ ആൻസർ കീഴത്തെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് മാർക്ക് വന്നാലോ നിനക്ക് എന്തായാലും ആ കാര്യം അറിയത്തില്ല. അപ്പൊ നീ എഴുതുന്ന കാര്യം ശരിയാണോ എന്ന് നിനക്ക് അറിയത്തില്ലല്ലോ. ആസ് പെർ ദ റെലവൻറ്റ് സെക്ഷൻ ഇൻ ദ റെലവൻറ്റ് യൂണിവേഴ്സോ എന്തെങ്കിലും പറഞ്ഞിട്ട് എഴുതി. ഞാൻ CA എക്സാംസ് തള്ളി വെക്കാൻ പറഞ്ഞു എന്ന് ഇന്റർപ്രറ്റ് ചെയ്യരുത്. റീഡിംഗ് ടൈമിൽ കൃത്യമായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പ്ലാൻ ചെയ്ത് അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഫുൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്യേണ്ട, അതിന് പകരം അത് അറ്റൻഡ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. അല്ല ആദ്യമേ എല്ലാ ക്വസ്റ്റ്യൻസും തള്ളി വെക്കാനല്ല ഞാൻ പറയുന്നത്. ടു ദ എൻഡ് പോർഷൻ യു ക്യാൻ ഡു ദിസ്. കാരണം ഈ 39 മാർക്കിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ 49 59 അങ്ങനെ പരീക്ഷയ്ക്ക് മാർക്ക് വരുന്ന ആൾക്കാരുടെ ചോദിച്ചാൽ അറിയാം ആ ഒരു മാർക്കിന്റെ വില എന്താണ്. അപ്പൊ നിങ്ങൾ പേപ്പർ 39 നിൽക്കുന്ന സമയത്ത് ഇൻ കേസ് നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന സഹൃദയന് കയറി പോയിക്കോട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം തോന്നണമെങ്കിൽ നീ ആ പേപ്പർ ബ്ലാങ്ക് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരെ ചുമ്മാ +1 ഇട്ട് തരത്തില്ലല്ലോ. യു അറ്റൻഡ് ദ ക്വസ്റ്റ്യൻ ഓൾവേസ് അറ്റൻഡ് ദ ക്വസ്റ്റ്യൻ. ദർ ഇസ് നത്തിങ് ടു ലൂസ്. നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ. CA ഇന്റർമീഡിയറ്റിന് നെഗറ്റീവ് മാർക്ക് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ആസ് ഓഫ് വെൻ ഐ എം ഷൂട്ടിംഗ് ദിസ് വീഡിയോ ആൻഡ് ലൈക്ലി നിങ്ങൾ ഇത് കാണുന്ന സമയത്തും ആ ഒരു കൺസെപ്റ്റ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് എന്നൊരു സ്കീം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും പറയത്തില്ല. ബട്ട് അല്ലാത്ത പക്ഷം യു ട്രൈ ടു അറ്റൻഡ് MCQs ആയിക്കോട്ടെ, ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ, യു അറ്റൻഡ് മാക്സിമം ക്വസ്റ്റ്യൻ. സോ എക്സംഷൻ റേഞ്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി പോസിബിൾ. ബട്ട് ദെൻ ചാപ്റ്റേഴ്സ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എക്സാം എഴുതുന്ന സമയത്ത് എല്ലാ ആൻസേഴ്സും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എഴുതി കഴിഞ്ഞിട്ടുള്ള ആൻസേഴ്സിനെ വീണ്ടും വായിച്ച് സമയം കളയാതെ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ റെഗുലർ ബാച്ച് കുട്ടികളുടെ അടുത്ത് ഇന്ററാക്ഷൻ ചെയ്യുന്ന സമയത്താണ് ഇത് കൂടുതൽ. ഞാൻ ഓൾറെഡി ക്ലാസ് ആയിട്ടുള്ള പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. റീസെൻ്റ് ആയിട്ടുള്ള RTP MTP അത് വർക്കൗട്ട് ചെയ്തിട്ട് പോയാൽ നല്ലതാണ്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് ടോപ്പിക്സിന് പുറമെ ദോസ് ഏരിയാസ് ആർ ഓൾസോ വെരി ഹൈലി ഇമ്പോർട്ടൻറ്റ്, റെക്കമെൻഡഡ് ആണ്. കാരണം RTP MTP എന്നൊക്കെ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ്, ഇൻഫാക്ട് ഇഫ് നോട്ട് സെയിം ഡിറ്റോ ക്വസ്റ്റൻ ചോദിച്ചിട്ടില്ലെങ്കിലും സെയിം പാറ്റേൺ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് ഒക്കെ നോക്കിയിട്ട് പോവുക. യെസ്, അതൊക്കെയാണ് നമ്മുടെ ഈ പേപ്പറിൽ നമുക്ക് ചെയ്യാവുന്ന മാക്സിമം ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ യെസ്, ബിലീവ് ഇൻ യുവർ എഫേർട്സ്, ഡോണ്ട് ലൂസ് ഹോപ്പ്. നല്ലപോലെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഇനിയുള്ള സമയങ്ങൾ മാക്സിമം വേസ്റ്റ് ആക്കാതെ പഠിക്കുക.
I'm always rooting for you. എന്ത് സപ്പോർട്ടിനും എന്ത് ഡൗട്ട് ക്ലിയറൻസിനും യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് മീ. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഒന്നെങ്കിൽ നിത്യൻ എന്ന് സെർച്ച് ചെയ്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ വാട്സ്ആപ്പ് മീ ടു ദിസ് നമ്പർ 7012191689. ഇത് സ്റ്റുഡൻസിന് വേണ്ടി വെച്ചിട്ടുള്ള നമ്പറാണ്. യു ക്യാൻ കോൺടാക്ട് മീ ദിസ് നമ്പർ ഓൾസോ. ഓക്കെ, സോ ഡൗട്ടുള്ള ഏരിയാസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാം. യു ക്യാൻ ഓൾ ജസ്റ്റ് കോൾ മീ ഓൾസോ. ക്ലാസ് ടൈമിലാണെങ്കിൽ എടുക്കുന്നുണ്ടാവില്ല, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എടുക്കാം. സോ യെസ്, ദാറ്റ്സ് ഇറ്റ്. വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല, ബിക്കോസ് നിങ്ങൾ ഈ വീഡിയോ സെഗ്മെന്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നിൽക്കുന്ന ആൾക്കാരാണ്. യുവർ ടൈം ഇസ് വെരി വാല്യുബിൾ. യു ആർ ഓൾസോ വാല്യുബിൾ ടു മീ. യുവർ മാർക്ക് ഇസ് ഓൾസോ വാല്യുബിൾ ടു മീ. സോ യെസ്, പാസ്സായിട്ട് വരിക, നല്ല കളർഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് വരിക, എക്സിബിഷൻ വാങ്ങിക്കുക, പറ്റുന്ന ഒരു ഓൾ കേരള ടോപ്പറോ ഓൾ ഇന്ത്യ ടോപ്പറോ ഒക്കെ ആയിട്ട് വരിക. എല്ലാ ആശംസകളോടും കൂടിയിട്ട് ഞാൻ നിർത്തുന്നു. ബൈ, ഓൾ ദി ബെസ്റ്റ്.